അമൃതം ഗമയ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജീവിതചരിതം തുടരുന്നു. ഭാഗം 7. കൗമാരത്തിലെ കൃഷ്ണഭക്ത. വംശീ വിഭൂഷിതകരാനവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദു സുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. കൃഷ്ണനുമേലെ ഒരു പരമതത്വവും ഞാൻ അറിയുന്നില്ല. സുധാമണിക്ക് 9 വയസ്സായി. 4ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. രാവിലെ ഉണർന്നാൽ വീട്ടുജോലികൾ ചെയ്യും. പിന്നെ സ്കൂളിൽ പോകും. 4 മണിക്ക് മടങ്ങി വരും. കിട്ടുന്ന സമയം മുഴുവനും കണ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കും. പോകുന്നിടത്തെല്ലാം കണ്ണൻ്റെ ഒരു ഫോട്ടോ കൊണ്ടു നടക്കും. ബ്ലൗസിനകത്ത് മാറോട് ചേർത്ത് ഒളിച്ചു വച്ചിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ പടമെടുത്ത് കൂടെ കൂടെ നോക്കും. കണ്ണുനീർ വാർക്കും. ഇടയ്ക്കിടെ അതിൽ ഉമ്മ വയ്ക്കും. കണ്ണുനീരിൽ കുതിർന്ന പടം മാറത്തെ ചൂടിലുണങ്ങും. കണ്ണനെ കാണാതെ കൊച്ചു സുധാമണിയുടെ പിഞ്ചു ഹൃദയം പിടയും. അവൾ തേങ്ങും. കനിവിൻ പൊരുളായ കൃഷ്ണ, നീ ഈ ഏഴയ്ക്ക് അഭയമേകുകയില്ലേ? കനിവിൻ പൊരുളേ കരുണാമയനേ കൃഷ്ണാഭയമേകൂ, കൃഷ്ണാഭയമേകൂ. ഉരുകിയൊഴുകുമീ കണ്ണീർ കണങ്ങൾ തൻ കഥയറിയുന്നില്ലേ കൃഷ്ണ, കഥയറിയുന്നില്ലേ? ദുഃഖപുത്രിയെപ്പോലെ പരിസര ചിന്തയില്ലാതെ നടക്കുന്ന സുധാമണിയോട് പരിസരത്തുള്ളവർക്ക് സഹതാപം തോന്നി. അവർ ചിന്തിച്ചു, കഷ്ടം, ഈ കുഞ്ഞിന് എന്തു പറ്റി? എപ്പോഴും കരഞ്ഞൊലിക്കുന്ന ദയനീയമായ മുഖം. ഈ പാവം കൊച്ച് കണ്ണീർ കുടിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതാണോ? വീട്ടുകാർ അതിനെ കഷ്ടപ്പെടുത്തുകയായിരിക്കുമോ? അതിന് തക്കവണ്ണം ഈ സാധു എന്തു ചെയ്തു? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അവരുടെ ഹൃദയം പരിതാപം കൊണ്ട് നിറയും. പക്ഷേ എന്തു ഫലം? അവളുടെ നീറുന്ന ഹൃദയത്തെ തണുപ്പിക്കുവാൻ കണ്ണനല്ലാതെ മറ്റാർക്ക് കഴിയും? മധുരസ്വരത്തിൽ ഹൃദയമലിയും വണ്ണം ഈശ്വരസ്തുതികൾ പാടുന്ന സുധാമണി ഏവർക്കും കണ്ണിലുണ്ണിയായിരുന്നു. കുഞ്ഞ് തൻ്റെ ഭൂതതയെയും കാരുണ്യവും സ്നേഹവും സമദൃഷ്ടിയും മൂലം എല്ലാവരുടെയും സ്നേഹത്തിന് പാത്രമായിരുന്നു. പക്ഷേ വിധി വൈപരീത്യം എന്നല്ലാതെ എന്തു പറയാൻ? വീട്ടിലുള്ളവർക്ക്, വിശേഷിച്ച് പെറ്റ തള്ളയ്ക്ക് സുധാമണിയുടെ ദർശനം ചതുർത്ഥി കാണുന്നത് പോലെയായിരുന്നു. മറ്റു കുട്ടികൾ ചിരിച്ചു കളിച്ച് നടക്കുന്ന ഇളം പ്രായത്തിൽ കൊച്ചു സുധാമണിക്ക് മാത്രം അതൊന്നും വിധിച്ചിരുന്നില്ല. ഭക്തന്മാരിൽ നിന്ന് മറഞ്ഞിരുന്നു കൊണ്ട് അവരുടെ ഹൃദയം മഥിക്കുന്ന കണ്ണൻ്റെ നിർദ്ദയത്വം മാത്രമായിരുന്നില്ല കുഞ്ഞിൻ്റെ ദുഃഖഹേതു. ജന്മനാ കറുമ്പിയായിരുന്ന സുധാമണിയോട് വീട്ടിലാർക്കും അത്ര അടുപ്പമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ ജോലിയും ആ കുഞ്ഞിൻ്റെ തലയിൽ വെച്ചു കൊടുക്കും. അനുസരിച്ചില്ലെങ്കിൽ ദമയന്തി അമ്മയുടെ തനിനിറം അപ്പോൾ കാണാം. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം. സുധാമണി എത്ര പാടുപെട്ടാലും ആർക്കും തൃപ്തിയില്ല. കണ്ണനെ ചിന്തിച്ച് ഈറനണിഞ്ഞ മുഖവുമായി ഓടി നടന്ന് അവൾ വീട്ടുജോലികളെല്ലാം ചെയ്യും. എന്തായാലും എനിക്ക് കണ്ണനുണ്ടല്ലോ എന്ന ചിന്ത കുഞ്ഞിന് ആശ്വാസമേകി. കഷ്ടതയേറുമ്പോൾ കണ്ണൻ്റെ കാലിന കെട്ടിപ്പിടിക്കാമല്ലോ. ഒരു ഗ്രഹപ്പിഴ കൂടി വന്നു ചേർന്നു. അനാരോഗ്യം മൂലം ദമയന്തി അമ്മയ്ക്ക് വീട്ടുജോലികളൊന്നും ചെയ്യാൻ വയ്യാതെയായി. സുധാമണിയുടെ ജനനത്തിന് ശേഷം 5 മക്കളെ കൂടി പെറ്റുവളർത്തേണ്ടി വരികയും ആരോഗ്യം തീരെ വഷളാവുകയും ചെയ്ത ദമയന്തി അമ്മയ്ക്ക് ഗൃഹകൃത്യങ്ങൾ തരമില്ലാതെയായി. വീട്ടുജോലിക്ക് ആളില്ല. മൂത്ത മകൾ കസ്തൂർബായിയും മകൻ സുഭകനും പഠിക്കാൻ പോകും. ഗൃഹജോലിക്ക് ശേഷിച്ചത് സുധാമണി മാത്രം. ഒരിക്കലും ഒടുങ്ങാത്ത വീട്ടുപണി കഴിഞ്ഞിട്ട് സുധാമണിക്ക് സ്കൂളിൽ പോകാൻ നേരമെവിടെ? പലപ്പോഴും ഓടിക്കിതച്ച് സ്കൂളിലെത്തുമ്പോൾ പഠിത്തം തുടങ്ങി ഏറെ നേരമായിരിക്കും. താമസിച്ചതിൻ്റെ ശിക്ഷയായി ക്ലാസ്സിൽ കയറ്റുകയില്ല. വെളിയിൽ നിന്നുകൊണ്ട് വേണം പഠിക്കേണ്ടത്. അങ്ങനെ ഒരുവിധം 4ാം ക്ലാസ് കഴിഞ്ഞ് കിട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. 10ാമത്തെ വയസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിത്തം ആരംഭിച്ചെങ്കിലും അത് ഏറെ നീണ്ടുപോയില്ല. വീട്ടുജോലി തീർന്നിട്ട് പള്ളിക്കൂടത്തിൽ പോകാൻ പറ്റാതെയായി. 5ാം ക്ലാസ്സിൽ 4-5 മാസം പോയപ്പോഴേക്കും സ്കൂളിൽ പോക്ക് അവസാനിച്ചു.
കുഞ്ഞിന്റെ പഠിപ്പ് മുടങ്ങാനുള്ള ബാഹ്യകാരണം വീട്ടിലെ ജോലിക്കൂടുതൽ ആണ് എന്ന് സ്പഷ്ടമാണ്. സ്വയം വീട്ടുജോലികളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സഹോദരങ്ങളെ പഠിക്കാൻ സഹായിക്കുക എന്നത് ത്യാഗത്തിന്റെ മാർഗമാണ്. അതാണ് സുധാമണി സ്വീകരിച്ചത്. ബുദ്ധിയുടെയും ഓർമ്മശക്തിയുടെയും പരിശ്രമത്തിന്റെയും കാര്യത്തിൽ അദ്വിതീയയായ സുധാമണി വിചാരിച്ചിരുന്നുവെങ്കിൽ ലൗകികമായി എത്ര വലിയ ബിരുദങ്ങളും സ്ഥാനമാനങ്ങളും നേടുക തുലോം നിസ്സാര കാര്യമായിരുന്നു. ആ വഴിക്ക് നീങ്ങാതെ സ്വയം വീട്ടുപണിയുടെ വഴി തിരഞ്ഞെടുത്തത് സ്വന്തമായ ത്യാഗമനോഭാവം കൊണ്ട് മാത്രമായിരുന്നു. അഥവാ ഈശ്വരകൽപ്പിതം അങ്ങനെയായിരുന്നിരിക്കണം. ഈശ്വരന്റെ പ്രവർത്തന ലക്ഷ്യം ഒരിക്കലും ഏകമുഖമാകാറില്ല. അതിന് പല ലക്ഷ്യങ്ങൾ കാണുമല്ലോ. പഠിത്തം നിന്നതോടെ സുധാമണി ഒരു കൊച്ചു വീട്ടമ്മ തന്നെയായി. വെളുപ്പിന് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ ദമയന്തി അമ്മയ്ക്ക് അറിയാം. എഴുന്നേറ്റാൽ ഉടൻ തൊണ്ടു തല്ലണം, പിന്നെ മുറ്റമടിക്കണം, അടുക്കള പണിയൊക്കെ ചെയ്യണം. അങ്ങനെ 100 കൂട്ടം പണി കഴിയുമ്പോൾ രാവേറെ ചെന്നിരിക്കും. പലപ്പോഴും രാത്രി 11 മണി കഴിയാതെ മോചനമില്ല. എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ചുകൊണ്ട് ദമയന്തി അമ്മയുടെ സൂക്ഷ്മനയനങ്ങൾ ചുറ്റിക്കറങ്ങുന്നുണ്ടാകും. അടുക്കളയടയ്ക്കുമ്പോൾ വീട്ടിലും നാട്ടിലുമെല്ലാം വിളക്കണഞ്ഞിരിക്കും. ഇപ്പോഴെങ്കിലും ഒഴിവ് കിട്ടിയല്ലോ. ഇരുട്ടത്ത് തന്നെ ഇരുന്ന് നാമം ചൊല്ലും. പാടി പാടി തളർന്നു മയങ്ങും. ബാഹ്യവീക്ഷണത്തിൽ ഇതിനെ യാതനയുടെയും സാധനയുടെയും കാലഘട്ടം എന്ന് വ്യവഹരിക്കാം. അന്നൊക്കെ സുധാമണിയുടെ മനസ്സ് അതീവ സംവേദനാക്ഷമമായിരുന്നു എന്ന് പറയണം. ഒരു നിസ്സാര കാരണം മതി മനസ്സ് കുതിറിച്ചാടി അനന്തതയിൽ ഊളിയിട്ട് മറഞ്ഞുകളയും. ഒരിക്കൽ കുഞ്ഞ് വള്ളിക്കാവ് മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങാനെത്തി. കുറച്ചകലെ നിന്ന് ഒരു ഈശ്വരസ്തുതി കേട്ടു. വേഗം അങ്ങോട്ട് ചെന്നു. ഒരു ക്രൈസ്തവ കുടുംബത്തിന്റെ മുറ്റത്ത് ചെന്നു കയറി. അവിടെ ഒരാൾ മരിച്ചു കിടക്കുന്നു. ബന്ധുക്കൾ ശവത്തിന് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുന്നു. തൽക്ഷണം കുഞ്ഞ് ഭാവാവസ്ഥയിലായി. പ്രാർത്ഥനയിൽ ലയിച്ച് ലോകം മറന്ന് സമാധിമഗ്നയായി നിന്നു. സമയം പോയതറിഞ്ഞില്ല. ഏതു മതക്കാരും ഒരേ ഈശ്വരനെയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ബന്ധുമരണത്തിൽ ഹൃദയം നൊന്ത ആളുകൾ പ്രാർത്ഥിച്ചത് ആ കുമാരിയെ വല്ലാതെ സ്വാധീനിച്ചു. പരിസരം മറന്നു നിന്ന സുധാമണി ബോധത്തിലേക്ക് വന്ന് വീട്ടിലെത്തിയപ്പോൾ നേരം വളരെ വൈകിപ്പോയി. ദമയന്തി അമ്മ ക്രോധാകുലയായി ഉറഞ്ഞു തുള്ളി നിൽപ്പുണ്ട്. കണക്കിന് ശകാരവും ചുട്ട അടിയും കിട്ടി. മറ്റേതോ ഭാവഭൂമികയിൽ വിഹരിച്ചിരുന്ന സുധാമണി നിശബ്ദയായി നിന്നെല്ലാം സഹിച്ചു. ഈശ്വരനിൽ ലയിച്ച് മനസ്സ് ബാഹ്യത്തിൽ കുടുങ്ങിയില്ല. ഭക്തന്മാരെ പരീക്ഷണങ്ങളിലൂടെ നയിക്കുന്നതിലാണ് ഭഗവാന് രസം എന്ന് തോന്നുന്നു. ഇവിടെ പിടിച്ചു നിൽക്കാൻ സ്വന്തം കരുത്ത് വേണം. പൂർണ്ണമായ ഈശ്വര സമർപ്പണം വേണം. ജോലി ചെയ്യുന്നതിൽ മകൾ അല്പമെങ്കിലും താളം പിടിച്ചു എന്ന് തോന്നിയാൽ ദമയന്തി അമ്മ ഉപദേശിക്കും. എടി പെണ്ണെ, മടി പിടിക്കരുത്. എങ്കിൽ ഈശ്വരൻ നിനക്ക് ഒരു ജോലിയും തരത്തില്ല. അങ്ങനെ പട്ടിണി കിടന്ന് നീ ചത്തുപോകും. ഈശ്വര, എനിക്ക് ജോലി തരണേ എന്ന് എപ്പോഴും ഈശ്വരനോട് നീ പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. അത് കേട്ടത് മുതൽ സുധാമണി നിഷ്കളങ്കതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കണ്ണാ, എനിക്ക് ജോലി തായേ, എനിക്ക് നിന്റെ ജോലി തായേ. ഭഗവാൻ ആ പ്രാർത്ഥന കേട്ടു എന്ന് കാലം തെളിയിച്ചു. ദുഃഖിതർക്ക് ആശ്വാസം നൽകുന്നതിലൂടെ കൃഷ്ണനെ സേവിക്കുവാൻ സുധാമണി ജീവിതം ഒഴിഞ്ഞുവയ്ക്കുകയാണുണ്ടായത്. അങ്ങനെ കൃഷ്ണന്റെ ജോലി തന്നെ കിട്ടി. ഈശ്വരനോടുള്ള ഒരു നല്ല പ്രാർത്ഥനയും പാഴാവുകയില്ല. ഒരു ദാക്ഷിണ്യവും കൂടാതെ ദമയന്തി അമ്മ സുധാമണിയെ കൊണ്ട് കണ്ടമാനം ജോലി ചെയ്യിക്കും. അത് കുറച്ചൊന്നുമല്ല. പശു, ആട്, കോഴി, താറാവ്, പട്ടി എല്ലാമുണ്ട്. അവയെല്ലാം നോക്കുന്നത് തന്നെ ഒരാളുടെ പണിയാണ്. മറ്റുള്ള വീട്ടുജോലികൾ വേറെയും കിടക്കുന്നു. സദാ ഭഗവത് സ്മരണയിൽ മുഴുകിയിരുന്ന ആ പിഞ്ചുകുമാരി 10-11 വയസ്സു മുതൽ ഈ ജോലികളെല്ലാം മുടക്കം കൂടാതെ 10 വർഷത്തോളം ചെയ്തുവെങ്കിൽ അത് തന്നെ ആ കുട്ടിയുടെ അസാധാരണത്വത്തിന് മതിയായ തെളിവാണ്. ഇത്രയധികം ക്ഷമയും ത്യാഗവും സഹനശക്തിയും എവിടെ കിട്ടും? കഷ്ടപ്പാടുകൊണ്ട് വീർപ്പുമുട്ടിയിട്ട് ആത്മഹത്യയെ ശരണം പ്രാപിച്ചാൽ അത്ഭുതമില്ല. എങ്കിലും ഈശ്വരബലത്താൽ ക്ലേശങ്ങളെയെല്ലാം അതിജീവിക്കാൻ കഴിഞ്ഞ സുധാമണി തന്റെ സംഭവബഹുലമായ ഭാവി ജീവിതത്തിന് അനുയോജ്യമായ ഒരു പശ്ചാത്തലം സൃഷ്ടിച്ചു എന്ന് പറയാം. ഭക്തിനിർഭരമായ ഹൃദയം കർമ്മനിരതമായ ശരീരത്തിന്റെ ക്ലേശങ്ങളെ ധീരതയോടെ സഹിക്കുകയാണുണ്ടായത്. യാതനയുടെയും സാധനയുടെയും തിരക്ക് പിടിച്ച ദിവസങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. സുധാമണി 13-ാം വയസ്സിലേക്ക് കടന്നു. വയസ്സിനോടൊപ്പം ഉത്തരവാദിത്വങ്ങളും വർദ്ധിച്ചു വന്നു. കടൽ തീരത്ത് വീട്ടുജോലിക്ക് ആളെ കിട്ടുകയില്ല.
വല കെട്ടുക, കയറ് പിരിക്കുക എന്നിങ്ങനെ കൂടുതൽ ആദായമുള്ള ജോലികളുള്ളപ്പോൾ മറ്റുള്ളവരുടെ അടുക്കള പണിക്ക് പോകുന്നത് തന്നെ മോശമെന്നാണ് വയ്പ്. അതുകൊണ്ട് ഏതെങ്കിലും വീട്ടിൽ പഠിക്കാതെ നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് അവൾക്ക് ഇരിക്കപ്പുറതിയില്ല. സ്വന്തം വീട്ടുകാർ മാത്രമല്ല, ബന്ധുജനങ്ങളും ഇത്തരം പെൺകുട്ടികളുടെ സേവനം ആവശ്യപ്പെടും. സുധാമണിയും ഇതിന് അപവാദമായില്ല. പല ബന്ധുജനങ്ങളും വീട്ടുജോലിക്ക് സഹായിക്കാൻ സുധാമണിയെ ഒന്ന് വിട്ടുതരണമെന്ന് ഇടമണ്ണയിൽ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ഒടുവിൽ നിവൃത്തിയില്ലാതെ മാതാപിതാക്കൾക്ക് സുധാമണിയെ അമ്മുമ്മയുടെ വീട്ടിലേക്ക് കുറച്ചു കാലത്തേക്ക് വിടേണ്ടി വന്നു. പറയക്കടവിന് 6 കിലോമീറ്റർ തെക്കായിട്ടാണ് ദമയന്തിയമ്മയുടെ അമ്മ താമസിക്കുന്നത്. കായലിൽ കൂടെ ബോട്ടിൽ അമ്മുമ്മയുടെ വീട്ടിലെത്താം. കടൽക്കര വഴി നടന്നും പോകാം. ആദ്യമൊക്കെ സുധാമണി ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നു. കായലിൽ കൂടി ബോട്ടിൽ പോകുമ്പോൾ കുഞ്ഞ് ആകാശത്തേക്ക് നോക്കി കൃഷ്ണവർണ്ണം കണ്ട് ഭക്തിപരവശയായി പരിസരം മറക്കും. ബോട്ടിലെ എഞ്ചിന്റെ ഒച്ചയും തിരകൾ ഇളകുന്ന നാദവുമെല്ലാം ദിവ്യഗീതം പോലെ സുധാമണിയുടെ ഹൃദയത്തെ ഭക്തി നിർഭരമാക്കും. പ്രകൃതിയിലെ ഏത് സ്വരമാണ് പ്രണവജന്യമല്ലാത്തത്? അല്പനേരം ഏകാന്തത കിട്ടിയല്ലോ. ബോട്ടിലിരുന്ന് സ്വസ്ഥമായി നാമം ജപിക്കും. ഇടയ്ക്കിടയ്ക്ക് സ്തുതികൾ മൂളാനും ആരംഭിക്കും. ദൂരമറിയുകയേയില്ല. പക്ഷേ ബോട്ട് യാത്രയുടെ ഈ സുഖം അധികം അനുഭവിക്കേണ്ടി വന്നില്ല. ഒരു ദിവസം ബോട്ടുകൂലി ചോദിച്ചപ്പോൾ ദമയന്തിയമ്മ ദേഷ്യപ്പെട്ടു. നീ എന്താ കോളേജ് കുമാരിയാണോടി? വേണമെങ്കിൽ നടന്നങ്ങോട്ട് പോ. മൂത്ത മകൾ കസ്തൂരി കോളേജിൽ പോയി തുടങ്ങിയ സമയമാണ്. അതിൻ്റെ ഗമയാണ്. വെളുത്തു സുന്ദരിയായ കോളേജ് കുമാരിക്കാണെങ്കിൽ ദമയന്തിയമ്മ കാശു കൊടുക്കും. അട്ടക്കറമ്പി വേലക്കാരിക്ക് എന്താ നടന്നു പോകരുതോ? സുധാമണിക്ക് അമ്മയോട് അപ്രിയമൊന്നും തോന്നിയില്ല. മറിച്ച് മനസ്സിൽ ആനന്ദിക്കുകയാണ് ചെയ്തത്. കടൽ തീരം വഴി 6 കിലോമീറ്റർ നടന്നാലേ അമ്മുമ്മയുടെ വീടെത്തൂ. അത്രയും ദൂരം ഏകാകിനിയായി നാമം പാടി നടക്കാമല്ലോ. മടക്കയാത്രയും അത്ര തന്നെയുണ്ട്. ഇതിനേക്കാൾ നല്ല ഒരു ഉല്ലാസയാത്ര ഏതുണ്ട്? മഹാഭാഗ്യമെന്ന് കരുതി സുധാമണി നടന്നു പോകാൻ ആരംഭിച്ചു. കടൽ തീരത്തുകൂടി തിരകളെ മുട്ടി ഉറക്കെ കീർത്തനങ്ങളും പാടി കുഞ്ഞു നടക്കും. പക്ഷേ നടപ്പിന് വേഗത കിട്ടുകയില്ല. മനസ്സ് അനന്ത നീലാകാശ പരപ്പിലും അഗാധ നീലിമയാർന്ന സമുദ്രത്തിലും പാറി നടന്ന ഉന്മാദാവസ്ഥയിലാകും. ഹൃദയം ഇളകിമറിയും. കണ്ണനെ വിളിച്ച് വലിയ വായിൽ കരയും. വീട്ടിൽ വച്ച് ഉള്ളിൽ തടഞ്ഞു വച്ചിരുന്ന വികാരങ്ങൾ അണപൊട്ടും. ഒഴുകിയെത്തുന്ന കുളിർത്തന്നലിന്റെ സ്പർശം കണ്ണന്റെ കാരുണ്യസ്പർശമായി തോന്നും. അതോടെ ബാഹ്യബോധം വിട്ട് സുധാമണി പൂഴിയിൽ കുഴഞ്ഞു വീഴും. മൂർച്ചയില്ലെന്ന് ഉണരുമ്പോൾ പൊട്ടിക്കരയും. കണ്ണാ, എൻ്റെ കണ്ണാ, നീ ഓടിവാ. നീ എന്നെ ഇവിടെ വിട്ടിട്ട് എങ്ങു പോയി? നീ എന്നെ ഏത് അജ്ഞാത തീരങ്ങളിൽ തള്ളിവിട്ടു? ഞാൻ എവിടെ എത്തിപ്പെട്ടിരിക്കുന്നു? ഈ സംസാര സാഗരത്തിരകൾ എന്നെ വിഴുങ്ങും മുമ്പ് ഓടിവാ കണ്ണാ. ഈ ഏഴയെ ഭോഗങ്ങളുടെ പൂഴിയിൽ നിന്ന് പിടിച്ചുയർത്തു. കൃഷ്ണ, അങ്ങ് ആർത്തത്രാണപരായണനല്ലേ? എൻ്റെ ഹൃദയവേദന നീ അറിയുന്നില്ലേ ദേവാ? എന്നെ ഇങ്ങനെയിട്ട് വലയ്ക്കുവാൻ ഞാൻ എന്ത് അപരാധമാണ് നിന്നോട് ചെയ്തത്? നിനക്ക് സംസാര നാടകമാടി രസിക്കാൻ ഈ ഉള്ളവളുടെ ഹൃദയരക്തം തന്നെ ഒഴുക്കണമെന്നോ? കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞ് എഴുന്നേറ്റ് നടക്കും. ആ വിശിഷ്ട ബാലികയുടെ ഭക്തി ഉന്മാദത്തിനും പ്രേമമൂർച്ചയ്ക്കും സാക്ഷിയായ സമുദ്രം അവളുടെ പുണ്യപാദങ്ങളെ തിരകളാൽ സ്പർശിച്ച് സാഫല്യമടഞ്ഞു. അങ്ങനെ ഭക്തിയിൽ എല്ലാം മറന്ന് ആനന്ദത്തിലാറാടി അമ്മുമ്മയുടെ വീട്ടിലെത്തിയാൽ വീണ്ടും പരുക്കൻ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയായി. അവിടെയും ജോലികൾ ഒട്ടും കുറവല്ല. ശ്വാസം വിടാതെയുള്ള പണികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നെല്ല് കുത്തിക്കാൻ വിടും. കുറെ അകലെ പോണം. വഴിയിലെല്ലാം നാമസങ്കീർത്തനം തന്നെ. മറ്റാരുടെയും ശല്യമില്ല. ദരിദ്രരായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടിയാണ് പോകേണ്ടത്. അവരുടെ കഷ്ടപ്പാട് കാണുമ്പോൾ മനസ്സലിയും. തീരെ ഗതിമുട്ടിയവർക്ക് കുഞ്ഞ് അരി വാരി കൊടുക്കും. വീട്ടിൽ വരുമ്പോൾ അരി കുറവ്. അമ്മുമ്മ കോപിക്കും. പെണ്ണ് അരി കട്ടുവിറ്റ് കാശു വാങ്ങി വല്ലതും വാങ്ങി തിന്നു കാണും എന്ന സംശയമാണ്. അമ്മുമ്മ ശകാരിക്കും. ചിലപ്പോൾ തല്ലു കിട്ടിയെന്നും വരും. എത്ര ചോദിച്ചാലും അരി ആർക്കാണ് കൊടുത്തത് എന്ന് പറയുകയില്ല. പറഞ്ഞാൽ അമ്മുമ്മ അവരോട് വഴക്കിന് ചെല്ലും. നെല്ലിനെ കാക്കയെ ഓടിക്കാൻ പോകും. വീട്ടിൽ നിന്ന് കുറെ അകലെയാണ് തറ. അവിടെ നെല്ല് പാകും. കാക്കയും കോഴിയും തിന്നാതെ കാവലിരിക്കണം. സുധാമണിയെ വിടും. നല്ല ഭാഗ്യം. കുഞ്ഞ് അവിടെ ഇരുന്ന് നാമം ചൊല്ലും. പ്രാർത്ഥിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. കൃഷ്ണനെ വിളിച്ച് കരയും.
ഓരോ ശ്വാസത്തിലും ഓരോ കാൽവെപ്പിലും കൃഷ്ണസ്മരണം നിറഞ്ഞു നിൽക്കും. നാമത്തിന്റെ രുചിയറിഞ്ഞവർ ആരെങ്കിലും ഭോഗത്തിന്റെ അരി പെറുക്കുമോ? ധ്യാനത്തിന്റെ ഗുണമറിഞ്ഞ ആരെങ്കിലും വിഷയത്തിന്റെ പിണം തിന്നുമോ? പ്രേമഭക്തിക്ക് മേലെ ഒരാനന്ദം എവിടെയുണ്ട്? അമ്മുമ്മ ഭക്തയാണെന്നൊരാശ്വാസമുണ്ട്. മുറിയിൽ പൊക്കത്തിൽ കൃഷ്ണന്റെ പടം വച്ചിട്ടുണ്ട്. കൃഷ്ണന്റെ ചിത്രത്തിൽ നോക്കി നിന്നുകൊണ്ട് വളരെ നേരം ഉറക്കെ നാമം ചൊല്ലും. കുഞ്ഞ് ഇരുന്ന നാമം ചൊല്ലട്ടെ എന്ന് കരുതി അമ്മാവൻ സ്റ്റൂൾ നീക്കിയിട്ട് കൊടുക്കും. അതിലിരുന്ന നാമം ചൊല്ലാൻ പറയും. അപ്പോൾ കുഞ്ഞ് പറയും, കൃഷ്ണൻ നിൽക്കുമ്പോൾ ഞാനെങ്ങനെ ഇരിക്കും? ചിത്രത്തിലെ കൃഷ്ണനെ സാക്ഷാൽ കൃഷ്ണനായിട്ടാണ് കുഞ്ഞ് കരുതിയിരിക്കുന്നത്. ഫോട്ടോയുടെ സ്ഥാനത്ത് സജീവമൂർത്തിയെ കണ്ടുകൊണ്ടാണ് സുധാമണി ഭജന പാടി സ്തുതിച്ചിരുന്നത്. കുഞ്ഞിന്റെ മനമലിയുന്ന ഭക്തിഗാനം അയൽത്തുകാരെ ആകർഷിക്കും. അവർ വന്ന തന്മയീഭാവത്തോടെ ഇതെല്ലാം കേട്ടു നിൽക്കും. അങ്ങനെ കുഞ്ഞുമൂലം പരിസരത്തുള്ളവരും ഈശ്വരചിന്തയുള്ളവരായി തീർന്നു. സുധാമണി പാടുന്ന കീർത്തനങ്ങൾ അവരും പഠിച്ച് ജഗന്നിയാന്താവിനെ സ്തുതിച്ചു തുടങ്ങി. സത്സംഗം ആർക്കും മോക്ഷദ്വാരം തുറന്നു കൊടുക്കുമല്ലോ. അനന്തിരവൾക്ക് കണ്ണു കിട്ടാതിരിക്കാൻ അമ്മാവൻ ഭസ്മം ജപിച്ചിടുമായിരുന്നു. 14-ാം വയസ്സിൽ മാതാപിതാക്കൾ മകളെ ദമയന്തി അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവരുടെ വീട്ടിൽ പിടിപ്പത് ജോലിയുള്ളത് ചെയ്യാൻ ആരുമില്ല. എല്ലാവർക്കും തുണ ചെയ്യാൻ തയ്യാറുള്ള ഒരു കൊച്ച ഇടമണ്ണയിലുണ്ടല്ലോ, അതിനെ വരുത്തുക തന്നെ. അങ്ങനെ സുധാമണി ബന്ധുവീട്ടിലെത്തി. അവിടെയും എമ്പാടും ജോലികൾ തന്നെ. നെല്ല് പുഴുങ്ങണം, ഉണക്കണം, തുണി കഴുകണം, അടുക്കളപ്പണി ചെയ്യണം, അങ്ങനെ 100 കൂട്ടം. അവരുടെ മക്കളെല്ലാം കോളേജിൽ പഠിക്കുന്നവരാണ്. അവരെ ഒന്നും വീട് പണിക്ക് കിട്ടുകയില്ല. ആർക്കും ദൈവവിശ്വാസവുമില്ല. കുഞ്ഞ് നാമം ചൊല്ലുന്നത് പോലും തടസ്സപ്പെടുത്തും. സങ്കടം സഹിക്കാതെ കുഞ്ഞ് കണ്ണുകൊത്തിയിരുന്ന് കരയും. ആരുണ്ട് അത് കാണാൻ? കണ്ണനാണെങ്കിൽ തരിമ്പും ചലിക്കാത്തവൻ. തൻ്റെ ഭക്തയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നിഷ്കരണം വട്ടുതട്ടുകയാണ്. അവരുടെ വീട്ടിന് ചുറ്റും വെള്ളമാണ്. പക്ഷേ ഉപ്പുവെള്ളം. കുടിക്കാനൊരു തുള്ളിയില്ല. ശുദ്ധജലം കൊണ്ടുവരുവാൻ വള്ളത്തിൽ കായൽ മുറിച്ച് കടന്ന് കുഞ്ഞ് തനിയെ തുഴഞ്ഞു പോകും. അക്കൂട്ടത്തിൽ ചിലപ്പോൾ കൊച്ചുകുട്ടികളെ അക്കരെ ഇക്കരെ കടത്തുകയും ചെയ്യും. ഛേദമില്ലാത്ത ഉപകാരം. അപ്പോൾ കുഞ്ഞിന് സന്തോഷമാണ്. കായലിൽ കുടി തുഴഞ്ഞു തുഴഞ്ഞ് അങ്ങനെ പോകാം. അത് ഏകാന്തതയുടെ നിമിഷങ്ങളാണ്. കുഞ്ഞ് കൃഷ്ണനെ വിളിച്ച് കരയും. കൊച്ചു കൊച്ചു ഓളങ്ങളോട് സംസാരിക്കും. കുഞ്ഞോളങ്ങളെ, നിങ്ങളിൽ ആരാനും എൻ്റെ നീലക്കാർ വർണ്ണനെ കണ്ടുവോ? അവൻ്റെ മധുരതരമായ ഓമന മുരളീനാദം നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല എന്ന അർത്ഥത്തിലാകും തിരകൾ തലയാട്ടും. കുഞ്ഞ് സങ്കടം കൊണ്ട് പൊട്ടിക്കരയും. തന്നെപ്പോലെ ആ തിരകളും കണ്ണനെ കാണാതെ സങ്കടപ്പെടുന്നത് കണ്ടോ? തൻ്റെ വിരഹതാപം എവിടെയും നിറഞ്ഞു നിൽക്കുന്നു. അവൾ പ്രകൃതിയെ നോക്കിക്കേഴും. ആകാശത്തിന്റെ അനന്ത നീലിമകളെ, നിങ്ങൾ എൻ്റെ പ്രിയമുള്ളവനെ എവിടെയാണ് ഒളിച്ചു വച്ചിരിക്കുന്നത്? തിടുക്കത്തിൽ പറന്നകലുന്ന വെള്ളക്കുറ്റികളെ, നിങ്ങൾ വൃന്ദാവനത്തിലെങ്ങാൻ പോകുന്നുണ്ടോ? കണ്ണനെ കണ്ടാലൊന്ന് പറയുമോ, അവനെ ഓർത്തോർത്ത് കണ്ണീര് കുടിക്കുന്ന ഒരു സാധു പെൺകുട്ടി ഇവിടെയുണ്ടെന്ന്? വള്ളം തുഴയാൻ മറന്ന സുധാമണി വഞ്ചിയിലിരിക്കും. തുഴ വള്ളത്തിലോ വെള്ളത്തിലോ ഊർന്നു വീണെന്നിരിക്കും. ബാഹ്യബോധം തെല്ലും കാണുകയില്ല. ഇടയ്ക്ക് ബോധം വീഴുമ്പോൾ കണ്ണാ കണ്ണാ എന്ന് കേണു വിളിക്കും. വീണ്ടും ബോധം വിടും. വള്ളം യാത്രാബോട്ടിന്റെ ചാലിലായിരിക്കും. യാത്രാബോട്ട് ശീഘ്രം പാഞ്ഞു വരും. കുഞ്ഞ് ഒന്നും അറിയാതെ വഞ്ചിൽ മയങ്ങിക്കിടക്കുകയായിരിക്കും. ചാലിൽ നിന്ന് വള്ളം തുഴഞ്ഞു മാറ്റിയില്ലെങ്കിൽ അപകടമാണ്. ബോട്ടുകാർ ഓ ഓ എന്ന് ഒച്ച കൂട്ടും. കരയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ അലറി വിളിച്ച് ബഹളം വയ്ക്കും. ചിലർ വഞ്ചിയിലേക്ക് കല്ല് വലിച്ചെറിയും. അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് തെന്നിമാറി രക്ഷപ്പെട്ട അവസരങ്ങളുമുണ്ട്. പിന്നീട് 15 വയസ്സുള്ളപ്പോൾ സുധാമണി ദമയന്തി അമ്മയുടെ മൂത്ത ആങ്ങളയായ ആനന്ദന്റെ വീട്ടിലും കുറെ കാലം വീട്ടുവേലക്കാരിയായി കഴിഞ്ഞുകൂടി. കരുനാഗപ്പള്ളിക്കടുത്തായിരുന്നു അമ്മാവന്റെ താമസം. അവിടെയും കഠിനമായ ജോലി തന്നെ. വളരെ ക്ഷമയോടും സാമർഥ്യത്തോടും കൂടി സുധാമണി അവിടുത്തെ ഭാരിച്ച ജോലികളിലെല്ലാം കുറെ നാൾ ചെയ്തു. ബന്ധുവീട്ടുകാർക്ക് സന്തോഷമായി. ആയിടയ്ക്ക് അമ്മാവന്റെ ഭാര്യ സുധാമണിക്ക് ഒരു ജോഡി നല്ല കമ്മൽ പണിയിച്ചു കൊടുക്കുകയുണ്ടായി. പക്ഷേ പിന്നീട് സ്വരം മാറി വന്നു. അയൽപ്പക്കത്തുള്ള ദരിദ്രർക്കൊക്കെ ഓരോന്ന് മോഷ്ടിച്ചു കൊടുക്കുക സുധാമണിയുടെ പതിവായിരുന്നു.
ചുറ്റും പാവപ്പെട്ട മുസ്ലിങ്ങളായിരുന്നു. അവരെ കുഞ്ഞ് രഹസ്യമായി സഹായിക്കും. ആദ്യം ആരും ശ്രദ്ധിച്ചില്ല. പിന്നെ കള്ളം കണ്ടുപിടിച്ചപ്പോൾ വീട്ടുകാർ പിണങ്ങി. അമ്മായി കുഞ്ഞിനെ തല്ലാൻ തുടങ്ങി. സുധാമണിക്ക് പരിഭവമൊന്നും തോന്നിയില്ല. അന്യമെന്ന് തോന്നുമ്പോഴല്ലേ വിരോധം വരുന്നത്. ഞാൻ അവരെ അന്യരായി കണ്ടിട്ടില്ല. വീട്ടിലായിരിക്കുമ്പോഴും എനിക്ക് നല്ല തല്ല് കിട്ടും. പിന്നെ ഇവിടെ കിട്ടുന്നതിൽ എന്താണ് പുതുമ എന്നാണ് സുധാമണി ഇതേപ്പറ്റി ചിന്തിച്ചത്. ദുഃഖിക്കേണ്ട സന്ദർഭത്തിലും കോപിക്കേണ്ട സമയത്തുമെല്ലാം എന്തൊരു ഉദാത്തമായ സമത്വബുദ്ധിയും വികാര നിയന്ത്രണവുമാണ് കുഞ്ഞ് പ്രകടിപ്പിച്ചതെന്ന് പറഞ്ഞറിയിക്കുക വയ്യ. അങ്ങേയറ്റത്തെ ക്ഷമാശീലം സ്വീകരിച്ചുകൊണ്ട് സുധാമണി എല്ലാ ദുരിതങ്ങളും കടിച്ചിറക്കി. സ്വയം സഹിച്ചാലും പാവങ്ങളെ സഹായിക്കുന്നതിൽ കുഞ്ഞ് ഇളവ് വരുത്തിയില്ല. ഏത് സന്ദർഭത്തിൽ നിന്നും തത്വം ഗ്രഹിക്കാനുള്ള കുഞ്ഞിന്റെ കഴിവ് അസാധാരണമായിരുന്നു. സ്വന്തം വീട്ടിലും ബന്ധുവീടുകളിലും 15 വയസ്സുവരെ താമസിച്ചതിന്റെ ഗുണപാഠം എന്ന വിധം പിൽക്കാലത്ത് സുധാമണി ഇങ്ങനെ പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ എനിക്കൊന്ന് മനസ്സിലായി. ലോകത്തിൽ ദുഃഖമേ ഉള്ളൂ. നമുക്ക് ബന്ധുക്കൾ ആരുമില്ല. എല്ലാവർക്കും കാര്യം കാണാനുള്ള സ്നേഹമേ ഉള്ളൂ. ആഗ്രഹത്തോടെയാണ് മനുഷ്യൻ സ്നേഹിക്കുന്നത്. നിഷ്കാമമായി ആരും സ്നേഹിക്കുന്നില്ല. അത്തരം സ്നേഹം ഈശ്വരന് മാത്രമേ ഉള്ളൂ. ഈ ഈശ്വരനെവിടെ എനിക്ക് കാണണം എന്ന് കുഞ്ഞ് മനസ്സുറപ്പിച്ചു. അതിന് ബന്ധുവീടുകളിലെ താമസം അനുയോജ്യമല്ല. ഇവിടെ നിന്ന് പോവുക തന്നെ. അതുകൊണ്ട് ഒരു ദിവസം ബന്ധുവീട്ടിൽ നിന്ന് സുധാമണി വഴക്കിട്ടിറങ്ങി പോന്നു. പോരുമ്പോൾ സുധാമണി ഒരു പണി പറ്റിച്ചു. അവിടുത്തെ നാമബുക്ക് ആരും കാണാതെ കൈക്കലാക്കി. എവിടെ പോയാലും കുഞ്ഞിന്റെ ഓഹരി നാമബുക്കാണ്. അത് കുഞ്ഞ് എടുക്കും, തീർച്ചയാണ്. ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ ഭഗവാൻ ശിക്ഷിക്കും. തന്റെ സാന്നിധ്യം ആ വീട്ടുകാർക്ക് ഏതെങ്കിലും വിധത്തിൽ അമംഗളം വരുത്തുവാൻ ഇടയാക്കരുത് എന്ന് കുഞ്ഞു ചിന്തിച്ചിരിക്കണം. അതുകൊണ്ടാണ് നാമബുക്കാകുന്ന പ്രതിഫലം പറ്റിക്കൊണ്ട് അവരുടെ എല്ലാ അപരാധങ്ങൾക്ക് ആ ഭക്ത മാപ്പ് കൊടുത്തിരുന്നത്. കുഞ്ഞ് അവിടെ നിന്ന് പോരുമ്പോൾ വീട്ടുകാർ ഒരു കടുംകൈ ചെയ്തു. സുധാമണിക്ക് കൊടുത്ത സമ്മാനങ്ങളെല്ലാം തിരിച്ചു വാങ്ങിയിട്ട് വെറും കൈയോടെയാണ് പറഞ്ഞുവിട്ടത്. കുഞ്ഞ് പെട്ടെന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ ഒരിക്കൽ എൻ്റെ അടുക്കൽ വരും. എന്നോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങേണ്ടി വരും. അല്ലാതെ ഈ വീട്ടിൽ ഞാൻ കയറില്ല. അത് കഴിഞ്ഞ് 11ാമത്തെ വർഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് ഞെരുങ്ങിയപ്പോൾ ആ ബന്ധുവീട്ടുകാർ ഇടമണ്ണയിൽ വന്ന് സുധാമണിയോട് സഹായം ചോദിക്കേണ്ടി വന്നു. അതിനുശേഷം മാത്രമാണ് സുധാമണി അവരുടെ വീട്ടിൽ വീണ്ടും പോയത്. വാശി പിടിച്ചതല്ല. ഈശ്വരൻ അങ്ങനെയാണ് സാഹചര്യങ്ങൾ നിയന്ത്രിച്ചത്. ഭഗവത് പരായണരുടെ വാക്കുകൾ സത്യമാക്കണമെന്ന് ഭഗവാന് നിർബന്ധമുണ്ട്. ആ വീട്ടിലെ അമ്മായി പിന്നീട് ആശ്രമത്തിൽ വന്ന് പശ്ചാത്താപത്തോടെ പറഞ്ഞു. അയ്യോ, കുഞ്ഞ് ഇങ്ങനെ വലിയ ആളാകുമെന്ന് അന്ന് ഞാൻ അറിഞ്ഞിരുന്നോ? കുഞ്ഞിനെ ഞാൻ എന്തു വഴക്കു പറഞ്ഞു? അമ്മാവന്റെ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയ സുധാമണി 16-17 വയസ്സുകളിൽ നിരന്തര സാധനയും ഭാരിച്ച ഗൃഹകൃത്യങ്ങളുമായി കഴിഞ്ഞു. ഇതെല്ലാം കുഞ്ഞിന്റെ കൃശഗാത്രം എങ്ങനെ താങ്ങി എന്നതാണ് അത്ഭുതം. ദമയന്തി അമ്മയെ ദീനവും ഗൃഹകൃത്യങ്ങളും എല്ലാം കൂടി കൂടുതൽ ചുണ്ടിക്കാരിയാക്കി കഴിഞ്ഞിരുന്നു. പോരെങ്കിൽ സുധാമണി ജോലിക്ക് പോയ വീടുകളിൽ നിന്നെല്ലാം മോഷണക്കാരി എന്ന ചീത്തപ്പേര് കൂടി സമ്പാദിച്ചു കൊണ്ടുവന്നിരുന്നു. മോഷ്ടിച്ചത് പാവങ്ങളെ സഹായിക്കാനായിരുന്നു എന്ന് ആര് തിരക്കുന്നു? ഏതായാലും ദമയന്തി അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള അതൃപ്തി പലവാറ് ഇരട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതുകൊണ്ട് സുധാമണി എല്ലാ ജോലിയും നന്നായി ചെയ്താലും ദമയന്തി അമ്മയിൽ നിന്ന് അടികിട്ടും. തല്ലും തോറും സ്വർണത്തിന്റെ തിളക്കം കൂടും. അതുപോലെ പിള്ളേരും നന്നാകുമെന്നാണോ വിചാരം എന്ന് തോന്നും. ഈശ്വരഭക്തയും ആചാരാനുഷ്ഠാനങ്ങളുമുള്ള ദമയന്തി അമ്മയ്ക്ക് ഇങ്ങനെയൊരു സ്വഭാവം എങ്ങനെ വന്നു എന്ന് തോന്നാം. തത്വം അറിയാതെയുള്ള മാമൂൽ ഭക്തിക്കാരിൽ ഇത്തരം വൈരുദ്ധ്യം ഒഴിച്ചുകൂടാൻ വയ്യാത്തതാകുന്നു. ഭക്തി ഒരു വശത്ത്, ലൗകിക ഭാവങ്ങൾ മറ്റൊരു വശത്ത്. നിത്യവും മുറതെറ്റാതെ ക്ഷേത്രാരാധന നടത്തുന്ന പല ഭക്തന്മാരും അറുത്ത കൈക്ക് ഉപ്പിടാത്തവരായി കാണാറുണ്ടല്ലോ. ഈശ്വരൻ സർവ്വവ്യാപിയാണെന്നൊക്കെ പറയും. ഞാൻ ബ്രഹ്മമാണ് എന്നും പറഞ്ഞു കളയും. പക്ഷേ അതും വച്ചുകൊണ്ടിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ആവശ്യം വരുമ്പോൾ തത്വം മറക്കും. എത്ര ജോലി ചെയ്താലും സുധാമണിക്ക് ദമയന്തി അമ്മയുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും. പാത്രം കഴുകി വെച്ചാൽ അവർ വന്ന് നോക്കും. ഒരു പൊടി പറ്റിയിരിക്കുന്നത് കണ്ടാൽ തല്ലും. മുറ്റം തൂക്കുമ്പോൾ ഒരു കല്ലങ്ങാൻ കണ്ടാൽ അപ്പോൾ അടിക്കും പുറത്ത്. ഒരു പാറ പോലും മുറ്റത്ത് കിടക്കരുതെന്നാണ്. മകളുടെ കുറ്റം കണ്ടുപിടിക്കുന്നതിനായി മാത്രം ദമയന്തി അമ്മ ചുറ്റി നടക്കും. മുറ്റം തൂക്കുമ്പോൾ ചൂലിൽ നിന്ന് ഒരു ഈർക്കിൽ കഷ്ണം താഴെ വീണാൽ അടി കിട്ടും. അശ്രദ്ധ കൊണ്ടല്ലേ ഈർക്കിൽ താഴെ വീണത്? തല്ല് കിട്ടുക തന്നെ വേണം. ദമയന്തി അമ്മ മകളുടെ കുറ്റം മാത്രം കാണും, നന്മയൊന്നും കാണുകയുമില്ല. ഉറക്കെ സംസാരിച്ചാൽ അപ്പോൾ ദമയന്തി അമ്മയുടെ കൈ കുഞ്ഞിന്റെ പുറത്ത് വീഴും. പെൺകുട്ടികൾ ഉറക്കെ സംസാരിച്ചുകൂടാ, അടക്കവും ഒതുക്കവും വേണം. കുഞ്ഞ് അടുപ്പിൽ നിന്ന് വിറക് കത്തിച്ച് തീയൂതി ചോറ് വയ്ക്കും. ചാരം പറക്കാതിരിക്കുമോ?
ചോറ് വയ്ക്കുന്ന പാത്രത്തിന്റെ പള്ളക്കെങ്ങാനും ചാരം കണ്ടാൽ അപ്പോൾ അടി കിട്ടും. ചോറ് വച്ചാൽ പുക തട്ടാൻ പാടില്ല. മീൻ വെട്ടുന്നത് ദമയന്തി അമ്മ വന്ന് നിരീക്ഷിക്കും. അതിൽ വല്ല ചെതുമ്പലോ മറ്റോ കണ്ടുപോയാൽ അപ്പോൾ അടിയാണ്. ഒരു ദിവസം എത്ര തല്ലുകൊള്ളണമെന്നോ? ചിലപ്പോൾ തല്ലാൻ വരുമ്പോൾ സുധാമണി ദമയന്തി അമ്മയുടെ കൈക്ക് കയറി അങ്ങ് പിടിക്കും. ആ പിടി വിടിവിക്കുവാൻ പറ്റുകയില്ല. കൈ മാത്രമല്ലല്ലോ ദൈവം മനുഷ്യർക്ക് തന്നിട്ടുള്ളൂ, കാലുമുണ്ടല്ലോ. ദമയന്തി അമ്മ കാല് വലിച്ചു ചവിട്ടും, കാലിന് കയറി പിടിക്കും. പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ അപ്പോൾ ദമയന്തി അമ്മ മകളെ കടിക്കും. വെട്ടുകത്തിക്കൊണ്ട് വെട്ടിയ അവസരങ്ങളുമുണ്ട്. കൂട്ടത്തിൽ വൃത്തികെട്ട തെറിയും വിളിക്കും. ഉള്ളത് പറയണമല്ലോ, വീട്ടുവേലയെല്ലാം ചെയ്യുന്നത് സുധാമണിയാകിയാൽ കുറച്ച് തൻ്റെ ഇടമുണ്ട്. ചിലപ്പോൾ അമ്മയോട് തറുതല പറയും. മിണ്ടരുതേ എന്ന് പറഞ്ഞാൽ മിണ്ടുമെന്ന് പറയും. ഇന്നത് ചെയ്യരുതേ എന്ന് പറഞ്ഞാൽ ചെയ്യുമെന്ന് പറയും. അതനുസരിച്ച് മർദ്ദനവുമേറും. എങ്ങനെയും ഈ ധിക്കാരി മകളുടെ തല പോയാൽ മതി എന്നായി. നീ വളർന്നു വന്നാൽ കുടുംബത്തിന് പേര് കിട്ടും എന്ന് ദമയന്തി അമ്മ പറയും. പേര് എന്ന് പറഞ്ഞാൽ ചീത്തപ്പേര് എന്നർത്ഥം. ദൈവമേ, ഇവൾ തുലയുന്നില്ലല്ലോ, അവർ സങ്കടപ്പെടും. സുധാമണി മുതിർന്ന പുരുഷന്മാരെയെല്ലാം അച്ഛ എന്നാണ് വിളിച്ചിരുന്നത്. അതിന് സുഗുണച്ഛൻ മകളെ ശാസിക്കും. കണ്ട കെട്ട ആളുകളെയൊക്കെ അച്ഛ എന്ന് വിളിക്കുകയോ? അപ്പോൾ സുധാമണി പറയും, എൻ്റെ അച്ഛനെയും അമ്മയെയും ഞാൻ കണ്ടിട്ടില്ല. അതിനാൽ ഞാൻ എല്ലാവരെയും അച്ഛനെന്നും അമ്മയെന്നും വിളിക്കുന്നു. അച്ഛനെ വളർത്തച്ഛ എന്നും അമ്മയെ വളർത്തമ്മ എന്നും വിളിക്കുന്നത് തുടക്കം മുതലേ സുധാമണിയുടെ രീതിയായിരുന്നു. അതിനെ പലപ്പോഴും തല്ല് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും കുഞ്ഞ് തൻ്റെ സംബോധന മാറ്റിയിട്ടില്ല. തന്നെയല്ല, തൻ്റെ ഭാഗം ന്യായീകരിച്ചുകൊണ്ട് സുധാമണി പറയും, ഈശ്വരനല്ലാതെ മറ്റാരെങ്കിലും അച്ഛനമ്മമാരായിട്ടുണ്ടോ? ജീവൻ കൊടുക്കുന്നതാര്? ഭൂമിയിലെ അച്ഛനമ്മമാർ വളർത്തച്ഛനും വളർത്തമ്മയും മാത്രമല്ലേ? കുഞ്ഞിൻ്റെ യുക്തിക്ക് മറുപടി പറയാൻ പറ്റിയവരാരും അവിടെയില്ലായിരുന്നു. സുധാമണിക്ക് ഭസ്മക്കുറി ഇടാൻ സമ്മതിക്കുകയില്ല. പെണ്ണെന്താ ഭസ്മവും പൂശി സന്യസിക്കാൻ പോകുന്നു? പൗഡർ ഇടരുത്, പൊട്ടു തൊടരുത്, പുള്ളിയുള്ള വേഷമണിയരുത്, അല്ലെങ്കിൽ തല്ലാണ്. അണിഞ്ഞൊരുങ്ങുന്നത് ആരെ കാണിക്കാനാണ്? പെൺപിള്ളേരായാൽ മര്യാദയ്ക്ക് ജീവിച്ചു കൊള്ളണം. ഇതിനേക്കാൾ നരകം പിടിച്ച ജീവിതം സങ്കല്പിക്കാൻ വയ്യ. ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ. എന്തിനും കുറ്റം, പുറകെ തെറിയും അർദ്ദനവും. ഇതെല്ലാമായിട്ടും സുധാമണിക്ക് അമ്മയോട് ഒരു കാലുഷ്യവും തോന്നിയില്ല എന്നത് അത്യസാധാരണമാണ്. ഒരിക്കൽ ഇതേപ്പറ്റി സുധാമണി പറഞ്ഞു, ഇതൊന്നും അമ്മ എന്നെ ശിക്ഷിച്ചതല്ല. ആ ശിക്ഷകൾ എന്നെ ശരിയിലേക്ക് നയിച്ചില്ലേ? അതുകൊണ്ട് എനിക്ക് വിദ്വേഷമൊന്നുമില്ല. ഒരു കണക്കിന് ദമയന്തി അമ്മ എൻ്റെ ഗുരുവാണെന്ന് പറയാം. വെള്ളത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്കേ വിടുകയുള്ളൂ. കൂട്ടുകൂടിപ്പോയാൽ സുഭകന്റെ കയ്യിൽ നിന്ന് അടികിട്ടും. ചീത്ത കൂട്ടുകെട്ടിൽ പിഴച്ചു പോകുമെന്നാണ്. അതും നന്ന്. ഒറ്റയ്ക്ക് നടക്കുമ്പോൾ നാമം ജപിക്കാനുള്ള സൗകര്യം കൂടുമല്ലോ. കുഞ്ഞിന് സന്തോഷം തോന്നി. പെണ്ണുങ്ങൾ അച്ചടക്കം പാലിക്കണമെന്ന് അസാധാരണ നിർബന്ധമുള്ള ആങ്ങളെയും സുധാമണിയെ ഉപദ്രവിക്കുന്നതിൽ പിന്നിലൊന്നുമായിരുന്നില്ല. പുള്ളിയുള്ള ബ്ലൗസ് ഇടുന്നത് അഹങ്കാരമാണത്രേ. ഒരു ദിവസം സുധാമണി ഇട്ടിരുന്ന പുള്ളി ബ്ലൗസ് വാങ്ങി സുഭകൻ കത്തിച്ചു കളയുകയുണ്ടായി. ഗ്രാമത്തിൽ എല്ലാവർക്കും കൂടി ശുദ്ധജലം കിട്ടുന്ന ഒറ്റ പൈപ്പേ ഉള്ളൂ. ഇടമണ്ണയിൽ നിന്നും കുറെ ദൂരെയാണത്. കാറ്റടിച്ച് ചക്രം കറങ്ങുമ്പോൾ മാത്രം വെള്ളം കിട്ടുന്ന കുഴൽക്കിണർ പൈപ്പാണ് കാറ്റാടി പൈപ്പ്. അവിടെ നീണ്ട ക്യൂ ആണ്. എളുപ്പമൊന്നും വെള്ളം കിട്ടുകയില്ല. നാട്ടുകാരുടെ മുഴുവൻ പാത്രം അവിടെ കാണും. സുധാമണി പാത്രം ക്യൂവിൽ വെച്ചിട്ട് പോച്ച പറിക്കാനും മറ്റും പോകും. പൈപ്പിനടുക്കൽ നിൽക്കാൻ നേരമില്ല. ഏതെങ്കിലും കൂട്ടുകാരികൾ സുധാമണിക്ക് വെള്ളം പിടിച്ചു വച്ചേക്കും. എല്ലാവരെയും സ്നേഹിക്കുകയും വീട്ടിൽ വല്ലാതെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന സുധാമണിയോട് കൂട്ടുകാരികൾക്ക് സഹതാപവും സ്നേഹവുമായിരുന്നു. എത്ര ജോലി തിരക്കായാലും പാവങ്ങളെ സഹായിക്കുന്നതിനുള്ള ഒരവസരവും സുധാമണി വേണ്ടെന്ന് വച്ചിരുന്നില്ല. പാവപ്പെട്ടവരാരെങ്കിലും വന്നാൽ കഴിക്കാൻ വല്ലതും കൊടുക്കും. അമ്മുമ്മമാരെയും വൃത്തികെട്ട് നടക്കുന്ന കുട്ടികളെയും വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് കുളിപ്പിച്ച് ആഹാരം നൽകും. പണം കൊടുത്തും സഹായിക്കും. ചിലപ്പോൾ ഈ ദാനധർമ്മം വളരെ കൂടിപ്പോയിട്ടുണ്ട്. ഒരു തവണ വളരെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ വന്ന് കുഞ്ഞിനോട് എന്തോ സങ്കടം പറഞ്ഞു. സുധാമണി അകത്തുപോയി ദമയന്തി അമ്മയുടെ വിലപിടിപ്പുള്ള ഒരു സ്വർണ്ണാഭരണം എടുത്ത് അവർക്ക് കൊടുത്തു. കള്ളി വെളിച്ചത്തായപ്പോൾ വീട്ടിൽ ഭൂകമ്പമായി. ഇപ്രാവശ്യം ശിക്ഷണ നടപടി കൂടുതൽ കർക്കശമാക്കാൻ ഉറച്ചു. തള്ള തല്ലിയിട്ട് നേരെയാകാത്ത അവളെ ഇനി തന്തം നോക്കാമെന്നായി. സുഗുണച്ചൻ മകളെ മരത്തിൽ കെട്ടിയിട്ടടിച്ചു. അന്നത്തെ മർദ്ദനത്തിൽ നിന്ന് കുഞ്ഞ് രക്ഷപ്പെട്ടത് ആയുസിന്റെ വലിപ്പം എന്ന് പറയാം. ഇതേപ്പറ്റി കുഞ്ഞു ചിന്തിച്ചു. പ്രസവിച്ച അമ്മയ്ക്ക് പോലും ഇങ്ങനെയാണ് സ്വഭാവം.
അതുകൊണ്ട് എനിക്ക് മനസ്സിലായി ലോകം ഇന്നതാണ് എന്ന്. സഹോദരങ്ങളാണെങ്കിൽ വേറൊരു തരം. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലോകത്തിൽ? നിസ്വാർത്ഥമായ സ്നേഹം എവിടെ? സ്വാർത്ഥമായ സ്നേഹം സ്നേഹമാണോ? അത് വെറും മോഹമല്ലേ? കുഞ്ഞ് പൂജാമുറിയിൽ ചെന്ന് നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയും. എൻ്റെ കണ്ണ, എന്നെ ഒന്ന് കൊണ്ടുപോകൂ. എനിക്ക് നീയല്ലാതെ ആരുമില്ല. ഓടിവാ കണ്ണ. ഒരിക്കൽ തല്ലിമടുത്ത ദമയന്തി അമ്മ പറഞ്ഞു, നീ എൻ്റെ മോളല്ല, തണ്ടാത്തിയാണ്. സുധാമണി പറഞ്ഞു, ശരിയാണ്, ഞാൻ നിങ്ങളുടെ മോളല്ല, എനിക്ക് അമ്മയുമില്ല. കേട്ടാൽ തറുതല, പക്ഷെ അതിൽ തത്വം മറഞ്ഞിരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. അക്കാലത്ത് ബന്ധത്തിൽപ്പെട്ട ഒരു വൃദ്ധൻ ഇടമണ്ണയിൽ വന്നുകൂടി. നോക്കാൻ ആരുമില്ല. വാർദ്ധക്യ സഹജമായ ദീനം, എഴുന്നേൽക്കാൻ കൂടി വയ്യ. മലമൂത്ര വിസർജനം പോലും കിടക്കുന്നിടത്ത് തന്നെ. ആ വൃദ്ധനെ നോക്കുന്നതിൻ്റെ മുഴുവൻ ചുമതലയും ആരും പറയാതെ തന്നെ സുധാമണി ഏറ്റെടുത്തു. മറ്റാരും ഒരുക്കമായിരുന്നില്ല താനും. വൃദ്ധന്റെ മലമൂത്രാദികൾ നീക്കം ചെയ്യുക, തുണി കഴുകി കൊടുക്കുക, കുളിപ്പിച്ച് ആഹാരം കൊടുക്കുക, മരുന്ന് കൊടുക്കുക എല്ലാം സുധാമണി ചെയ്തുകൊണ്ടിരുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയിൽ പ്രകടമാകുന്ന നിഷ്കാമമായ ഈ സേവന മനസ്ഥിതിയും ജീവകാരുണ്യവും ഉൾക്കൊള്ളുന്ന മഹത്വമറിയാൻ അന്ന് ഇടമണ്ണയിൽ ആരുമില്ലായിരുന്നു. ഇത്തരം സ്വഭാവം മൂലം വീട്ടുകാർ ശത്രുതയിലായിരുന്നപ്പോഴും ഗ്രാമവാസികൾക്ക് സുധാമണിയോട് വലിയ സ്നേഹമായിരുന്നു. വെളുപ്പിന് 3 മണിക്ക് കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന സുധാമണി കൃഷ്ണമന്ത്രം ജപിച്ചുകൊണ്ട് തൊണ്ടുതല്ലാൻ തുടങ്ങും. പിന്നീട് അടുക്കളപ്പണി ആരംഭിക്കുമ്പോൾ കണ്ണനെ മുലയൂട്ടിക്കൊണ്ട് തൈര് കടയുന്ന യശോദയുടെ രൂപം മനസ്സിൽ നിറഞ്ഞു നിൽക്കും. രാവിലത്തെ പാചകമെല്ലാം ഒരുവിധം ഒതുക്കി ആങ്ങളമാരെയും മറ്റും അണിയിച്ചൊരുക്കി സ്കൂളിലേക്ക് യാത്രയാക്കുമ്പോൾ കണ്ണനെയും ബലരാമനെയും ഗോപകുമാരന്മാരെയും വൃന്ദാവനത്തിലേക്ക് യാത്രയാക്കുകയാണ് എന്ന് ഭാവന ചെയ്യും. അപ്പോൾ ആനന്ദം കൊണ്ട് കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകും. ഓരോരോ സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോകുമ്പോൾ വിറക് പെറുക്കാനും മറ്റു പുറത്തേക്ക് പോകുന്ന ഗോപികമാരെ ഓർമ്മിക്കും. അപ്പോൾ താൻ രാധയാണ് എന്ന് ഭാവന ചെയ്ത് സുധാമണി ഭാവതരളിതയാകും. ശ്വാസം വിടാൻ നേരമില്ല. ചുണ്ടനക്കി മന്ത്രം ജപിച്ചുകൊണ്ട് പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കും. തലയിൽ കുടവും വെച്ച് വെള്ളമെടുക്കുവാൻ യമുനയിലേക്ക് പോകുന്ന വ്രജാംഗനകളെ ഓർത്തുകൊണ്ട് സുധാമണി വെള്ളം എടുത്തുകൊണ്ടുവരാൻ പോകും. ഗോപന്മാരുടെ വസ്ത്രം എന്ന് സങ്കല്പിച്ചുകൊണ്ട് കൃഷ്ണസ്തുതികളും മറ്റും പാടി വീട്ടിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളെല്ലാം കഴുകി ഉണക്കും. പശുവിന് പുല്ല് പറിക്കുമ്പോൾ ബാലഗോപാലനെ ചിന്തിച്ച് കൈനീരൊഴുക്കും. കൂട്ടം വിട്ട പശുക്കിടാക്കളെ കാട്ടിൽ തേടി നടക്കുന്ന കണ്ണനെ സ്മരിച്ചുകൊണ്ട് സുധാമണി കാണാതായ താറാവുകളെ തേടി കായൽ തോട്ടിലെല്ലാം നടക്കും. ഇടവിടാതെയുള്ള പണികൾ കൊണ്ട് സുധാമണിയുടെ വസ്ത്രം എപ്പോഴും നനഞ്ഞു കുതിർന്നിരിക്കും. ഉണങ്ങിയ തുടുക്കാൻ നേരം കിട്ടാറില്ല. എന്ത് ചെയ്യുമ്പോഴും ചുണ്ടനങ്ങിക്കൊണ്ടിരിക്കും. നാമം ജപിക്കുകയാണ്. മറ്റുള്ളവർക്ക് മനസ്സിലാവുകയില്ല. ഇങ്ങനെ ചുണ്ടനക്കുന്നത് ഭ്രാന്താണ്. ഒരിക്കൽ ഇളയ സഹോദരൻ സതീഷ് കുമാർ പറഞ്ഞു. സുധാമണിയുടെ മുഖത്ത് യാതൊരു ഭാവഭേദവും കണ്ടില്ല. അവൻ അറിവില്ലാത്ത കുട്ടിയല്ലേ. ഈ സതീശന് ചെറുപ്പത്തിൽ വലിയവന്റെ ശല്യമുണ്ടായിരുന്നു. സുധാമണി അനുജനെ പൊക്കിയെടുത്ത് തോളത്തിട്ട് ആശുപത്രിയിലേക്ക് ഓടും. വീട്ടിൽ വേറെ ആളുകളുണ്ട്. പക്ഷെ ഈ ബുദ്ധിമുട്ട് സഹിക്കാൻ കഴിവുള്ളവർ വേറെ ആരുമില്ല. ഒരു അവസരവും പാഴാക്കാതെ കാത്തിരുന്ന് ക്ലേശിച്ച് മറ്റുള്ളവരുടെ ദുഃഖം പരിഹരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുവാൻ സുധാമണിയെപ്പോലെ എത്ര പേർ കാണും. സ്വാർത്ഥതയല്ല, ത്യാഗമാണ് അമൃതത്വത്തിൻ്റെ മാർഗമെന്ന് കുഞ്ഞ് അറിഞ്ഞിരിക്കണം. ജോലി തീരുമ്പോൾ നേരം വളരെ ഇരുട്ടിയിരിക്കും. വീട്ടിലും നാട്ടിലും വിളക്കണഞ്ഞിരിക്കും. ഇരുട്ടത്തിരുന്ന് ഉറക്കെ ഈശ്വരസ്തുതികൾ പാടും. വിളക്കില്ലാതെ നാമം ജപിക്കുന്നത് മറ്റുള്ളവർ കണ്ടാൽ മോശം. അതിന് വഴക്ക് കിട്ടും. രാത്രിയിൽ കിടന്ന് ബഹളം വയ്ക്കുന്നു എന്ന കുറ്റത്തിന് വഴക്കുമിടിയും വേറെ കിട്ടും. മൂത്ത അണ്ണൻ സുഭകൻ ചോദിക്കും, എന്താടി, അങ്ങ് സ്വർഗത്തിൽ കേൾക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ വിളിച്ചു കൂവുന്നത്? നിന്റെ ദൈവം എന്താ, പൊട്ടനാണോ? ഈ വിളക്ക് വേണ്ട എനിക്ക്. ആ വിളക്ക് കാണുന്നുണ്ട്. കേൾക്കുന്നവർ എന്ത് ധരിക്കും? ആ വിളക്കോ? ഏത് വിളക്ക്? പ്രപഞ്ചത്തിന്റെ മണിവിളക്കിനെയാണ് സുധാമണി സൂചിപ്പിച്ചത് എന്ന് ആരറിഞ്ഞു? നാമം ചൊല്ലുമ്പോൾ തല്ലിയാൽ വീട്ടുകാർക്ക് ഈശ്വരനിൽ നിന്ന് ശിക്ഷ കിട്ടുമെന്ന് സുധാമണിക്ക് ചിന്ത വന്നു. അതുകൊണ്ട് ഉറക്കെ ചൊല്ലാതെ പതുക്കെ ചൊല്ലും. അപ്പോൾ അവർ തല്ലുകയില്ലല്ലോ. ശരിക്കും നാമം ജപിക്കാൻ വയ്യ. ആ സങ്കടം കൊണ്ടിരുന്ന് കരയും. ഉടനെ അവർ പറയും, നാമം ചൊല്ലുന്നിടത്തിരുന്ന് കരഞ്ഞാൽ അവർക്ക് ദോഷമാണെന്ന്. അതുകൊണ്ട് ഈശ്വരനെ വിളിച്ച് കരയാനും വയ്യാതായി. ബ്രഹ്മചാരികളെ എങ്ങനെ ചിട്ടയിൽ വളർത്തണം എന്നുള്ളതിന് അമ്മയ്ക്ക് നല്ല പരിശീലനമാണ് ചെറുപ്പകാലത്ത് കിട്ടിയത്. ചിരിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, അത് തന്നെയാണ് അമ്മയും പറയുന്നത്. എന്നെ എങ്ങനെ ഇടിച്ചോ അതുപോലെയാണ് ഞാനും ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ വഴക്ക് പറയരുതെന്ന് ചിലപ്പോൾ അമ്മ ചിന്തിക്കും.
ഇറങ്ങി വരുമ്പോൾ കാണാം മക്കൾ സംസാരിച്ച് സമയം പാഴാക്കുന്നത്. ഞാനങ്ങ് തുടങ്ങും. കാരണം അതല്ല എൻ്റെ ശീലവും ആദർശവും. അമ്മ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ കൃഷ്ണരൂപം സങ്കല്പിച്ചേ സംസാരിക്കൂ. അപ്പോൾ പിന്നെ വേണ്ടത്ര സംസാരത്തിന് ഇട കിട്ടുകയില്ലല്ലോ. അല്പം സംസാരിച്ചാൽ അത്രയും സമയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് കരുതി പണ്ട് ഓടിച്ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. ഈ കുഞ്ഞുങ്ങൾക്കും അതുപോലെ വൈരാഗ്യം വരേണ്ടതല്ലേ? ഭഗവാനെ വിളിച്ച് കീർത്തനം ചൊല്ലിക്കൊണ്ടേ അമ്മ പണ്ട് ചോറ് വച്ചിരുന്നുള്ളൂ. പോച്ച ഇടയുമ്പോഴും കണ്ണനെ വിളിച്ച് കരയും. കണ്ണാ, നീ എന്നെ കാണുന്നില്ലയോ? അവരൊക്കെ എന്നെ ഇടിക്കുന്നു. നീ എന്നെ രക്ഷിക്കാൻ വരാത്തതെന്താണ്? എല്ലാവരെയും വിശാലമായി സ്നേഹിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ എല്ലാം കാണുന്നു. ദുഃഖിതർക്ക് കൂട്ട് ഭഗവാനാണ്. അപ്പോൾ എനിക്കും കൂട്ടായി ദൈവം വരാതിരിക്കില്ല. അതുകൊണ്ട് എപ്പോഴും കൃഷ്ണനെ വിളിക്കും. പശുക്കളെ തീറ്റാൻ പോകുമ്പോൾ കണ്ണനെ വിളിക്കും. വൃക്ഷത്തിലും കൃഷ്ണനുണ്ടല്ലോ. അതുകൊണ്ട് തൂമ്പയോടും കൃഷ്ണനോടെന്ന വിധം സംസാരിക്കും. സങ്കടം വന്നാൽ ഞാൻ കൃഷ്ണനെ വിളിച്ചേ കരഞ്ഞിട്ടുള്ളൂ. മനുഷ്യരെ വിളിച്ച് കരഞ്ഞിട്ട് എന്ത് കാര്യം? പശുവിൻ്റെ ദേഹത്തെ തലവച്ചു കിടക്കും. കൃഷ്ണൻ്റെ ആണല്ലോ പശു. അതിനോടും സംസാരിക്കും. ആകാശത്ത് കാർമേഘം കൂടുമ്പോൾ കൃഷ്ണനാണെന്ന് തോന്നും. ആകാശം നോക്കി നക്ഷത്രങ്ങൾ നോക്കി കൃഷ്ണൻ്റെ വരവും കാത്തിരിക്കും. അപ്പോൾ പിന്നെ ബ്രഹ്മചാരികൾ വെറുതെ സമയം പാഴാക്കുന്നത് അമ്മ എങ്ങനെ പൊറുക്കും? ലക്ഷ്യബോധമുള്ളവർ ഒരു നിമിഷം ഈശ്വര ചിന്ത വിട്ട് പെരുമാറാൻ പാടില്ല. അങ്ങനെയുള്ളവരാണ് ഇങ്ങനെയുള്ള ആശ്രമത്തിൽ താമസിക്കേണ്ടത്. വിശ്രമമില്ലാത്ത വീട്ടുപണികളുമായി കഴിഞ്ഞു വരവേ സുധാമണിക്ക് 17-ാം വയസ്സിൽ തുന്നൽ പഠിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ഊണിലും ഉറക്കത്തിലും ഒരു നിമിഷം വിടാതെ ഈശ്വര ചിന്തയിൽ കഴിയുന്ന ഒരു ആധ്യാത്മിക ജീവിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ എന്ത് ന്യായം? വീട്ടുജോലികളിൽ നിന്ന് ഒഴിയാൻ പറ്റില്ലെന്ന് വയ്ക്കാം. തുന്നലൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ആരും നിർബന്ധിച്ചതല്ല, തനിയെ തോന്നിയതാണ്. തുന്നൽ പഠിച്ചാൽ അതുകൊണ്ട് മറ്റുള്ളവർക്കും ഉപകാരം ചെയ്യാൻ കഴിഞ്ഞേക്കാം എന്ന് ചിന്തിച്ചിരിക്കാം. തുന്നിയാൽ പണം കിട്ടും. അപ്പോൾ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് മറ്റുള്ളവരെ സഹായിക്കേണ്ട ആവശ്യം വരില്ലല്ലോ. ഇതിനേക്കാൾ പ്രധാനം മറ്റൊന്നാണെന്ന് വരാം. ഏത് ജോലി തിരക്കിനിടയിലും സ്വന്തമായി വരുമാനത്തിനുള്ള എന്തെങ്കിലും കൈത്തൊഴിൽ നമ്മുടെ നാട്ടിലെ അസമ്പന്നരായ സ്ത്രീകൾ വശമാക്കണം എന്നതിന് അമ്മ ചെറുപ്പത്തിൽ മാതൃക കാട്ടിയതാവാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറമാകാം അമ്മയുടെ ഉദ്ദേശങ്ങൾ എന്ന് ആരറിഞ്ഞു? തുന്നൽ പഠിക്കണമെന്ന് സുധാമണി വീട്ടിൽ പറഞ്ഞു. പ്രതികരണം ഒട്ടും നല്ലതായിരുന്നില്ല. ആർക്കും തീരെ സമ്മതമായിരുന്നില്ല. ദമയന്തിയമ്മ പറഞ്ഞു, നിന്നെ തുന്നലിനല്ല വിടാൻ പോകുന്നത്, വല തണ്ടാനും, അതായത് തെങ്ങ് കയറ്റക്കാരനും കെട്ടിച്ചു കൊടുക്കും. സുധാമണി പറഞ്ഞു, തണ്ടാനും തന്നെ കൊടുത്തോ, അപ്പോൾ ഇഷ്ടം പോലെ തേങ്ങ തിന്നാമല്ലോ. ബ്രഹ്മം എന്നൊരു തണ്ടാൻ, നിത്യാനന്ദം എന്നൊരു തേങ്ങ. നിർബന്ധം കൂടി വന്നപ്പോൾ 1 മണിക്കൂർ പഠിക്കാൻ അനുവാദം കിട്ടി. വീട്ടിലെ ജോലികളെല്ലാം തീർത്തിട്ട് പോയിക്കൊള്ളണം. സുധാമണിയുടെ അക്കാലത്തെ ദിനചര്യ കേട്ടാൽ അത്ഭുതം തോന്നും. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേൽക്കണം. ഉടനെ തൊണ്ടു തല്ലാനിരിക്കണം. നേരം പരപര വെളുക്കുമ്പോഴേക്ക് വീട്ടുപണികൾ തുടങ്ങുകയായി. വീടിൻ്റെ അകവും പുറവുമെല്ലാം അടിച്ചു വാരി തളിച്ച് ശുദ്ധമാക്കണം. പാത്രങ്ങളെല്ലാം തേച്ച് കഴുകണം. അടുപ്പിൽ തീ പിടിപ്പിച്ച് രാവിലത്തെ ആഹാരം പാചകം ചെയ്തു തുടങ്ങും. ദൂരെയുള്ള പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. കറിക്ക് അരിയും മീൻ വെട്ടും, കൂട്ടാനരയ്ക്കും, പലഹാരമുണ്ടാക്കും, ചോറ് വയ്ക്കും. സ്കൂളിൽ പോകുന്ന സഹോദരന്മാർക്ക് ഭക്ഷണം നൽകി ഒരുക്കി അയക്കും. വീട്ടുകാർക്കെല്ലാം ആഹാരം നൽകും. എല്ലാവരുടെയും വസ്ത്രങ്ങൾ കഴുകി ഉണക്കി മടക്കി വയ്ക്കും. ഉച്ചവരെയുള്ള ജോലികൾ ഒതുക്കിയിട്ട് വേണം തുന്നലിന് പോകാൻ. തിരിച്ചു വന്നിട്ട് ഉച്ചയ്ക്ക് കൂട്ടാനുള്ള തേങ്ങ അരച്ചു വച്ചിട്ടാണ് തുന്നലിന് പോകുക. ചിലപ്പോൾ കൂടെ തുന്നലിന് പോകുന്ന കൂട്ടുകാരികളും അടുക്കള പണിക്ക് സഹായിക്കും. നട്ടുച്ചയ്ക്ക് 2-3 കിലോമീറ്റർ ദൂരം നടന്ന് തുന്നലിന് പോകും. 1 മണിക്കൂർ തുന്നൽ കഴിഞ്ഞ് എത്തും. ഉടൻ അടുക്കളയിൽ കയറി ഉച്ചയൂണിലുള്ള ഒരുക്കം പൂർത്തിയാക്കി എല്ലാവർക്കും ഊണ് കൊടുക്കും. പാത്രങ്ങൾ കഴുകും. അപ്പോഴേക്ക് മണി 2 ആയിരിക്കും. പശുക്കളെ കുളിപ്പിക്കും, കാടി കൊടുക്കും, പൈപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ പോകും. പശുക്കൾക്ക് പുല്ല് കിളച്ച് ഇടയാനും, അതായത് തൂപ്പൊടിക്കാനും പോകും. അപ്പോഴേക്ക് മണി 4. എല്ലാവർക്കും കാപ്പി തയ്യാറാക്കി കൊടുക്കും. കാപ്പിക്കുടിക്ക് ശേഷമുള്ള ഒഴിവ് സമയത്ത് പരിസരത്തുള്ള വീടുകളിൽ ചീനിത്തൊലിക്ക് പോകണം. കുറേ വീടുകൾ കയറി ഇറങ്ങിയാൽ പശുക്കൾക്ക് കൊടുക്കുവാൻ ധാരാളം ചീനിത്തൊലി കിട്ടും. ചില വീടുകളിൽ ചെന്നാൽ അവിടെ ഇരുന്ന് കീർത്തനം പാടും. ഓരോ ആളുകളുടെ പട്ടിണിയും കഷ്ടപ്പാടും ഓർത്ത് കരയും. ദൈവമേ, ഇതാണോ ജീവിതം? രാവും പകലും ആളുകൾ എത്ര കഷ്ടപ്പെടുന്നു. എന്തിനു വേണ്ടിയാണിതെല്ലാം? ദൈവമേ, നീ എന്തിനിവരെ പട്ടിണിക്കിടുന്നു? എന്തിനിവരെ രോഗികളാക്കുന്നു? എങ്ങും സ്വാർത്ഥതയും അതുകൊണ്ടുള്ള ദുഃഖവും തന്നെ. നിസ്വാർത്ഥമായ സ്നേഹം ഒരിടത്തും കണി കാണാനില്ല. ചെറുപ്പമാണെങ്കിൽ ആയുസ് നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിക്കും. എന്നാൽ വയസ്സായവർ വേഗം ചാകാനാണ് മക്കൾ പോലും ആശിക്കുന്നത്. വീടുകളിൽ പ്രായമായവരെ ആരും നോക്കാനില്ല. ഇങ്ങനെ ദുഃഖം നിറഞ്ഞ ഒരു ലോകത്തെ ദൈവം എന്തിനു സൃഷ്ടിച്ചു?
ഇതെന്തു ലോകം, ഇതിനൊരു പരിഹാരമില്ലേ ഭഗവാനെ എന്നിങ്ങനെ സുധാമണി പ്രാർത്ഥിച്ച് കരയും. ആരും സഹായിക്കാനില്ലാത്ത വൃദ്ധകളും മറ്റുമുള്ള വീടുകളിൽ ചെന്നാൽ അവരെ വീട്ടുജോലികളിൽ സഹായിക്കും. അവരെ കുളിപ്പിക്കും. കഴിക്കാനില്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് ചീനിത്തൊലിക്കുള്ള പാത്രത്തിൽ തൻ്റെ വീതം ആഹാരം ഒളിച്ചു വെച്ച് കൊണ്ടുവന്ന് കൊടുക്കും. ചില വീടുകളിൽ ചെന്നാൽ പൂജാമുറിയിൽ കയറിയിരുന്ന നാമം ചൊല്ലും. ആശ്രയഹീനർക്ക് അത് ആശ നൽകും. അവർ ഈശ്വരനെ സ്മരിക്കാനിടയാകും. ചീനിത്തൊലി ശേഖരിച്ച് മടങ്ങി വന്നാൽ ഉടൻ പുല്ല് പറിക്കാൻ പോകും. പശുക്കൾക്ക് പുളിയേരി വേവിക്കും. തുടർന്ന് വൈകിട്ടത്തെ ആഹാരത്തിനുള്ള ജോലി തുടങ്ങും. നേരം സന്ധ്യയാകുമ്പോഴേക്ക് തൊഴുത്തെല്ലാം വൃത്തിയാക്കി ആടുമാടുകളെ അഴിച്ചു കൊണ്ടുവന്ന് കെട്ടണം. കൂട്ടം തെറ്റി അങ്ങുമിങ്ങും കായൽ പൊന്തകളിൽ പോയിരിക്കുന്ന താറാവുകളെ പിടിക്കാൻ കായൽ തോട് നീന്തി കിടക്കണം. അക്കൂട്ടത്തെ അടുത്ത വീട്ടുകളിലെങ്ങാനും നാമം ജപിക്കുന്നുണ്ടെങ്കിൽ അത് പാത്തിരുന്ന് കേട്ട് ആനന്ദിക്കും. ചിലപ്പോൾ സമാധിമഗ്നയായിരുന്നു പോകും. വെയിലെന്നില്ല, മഴയെന്നില്ല, രാത്രിയെന്നില്ല, പകലെന്നില്ല, ജോലി തന്നെ ജോലി, ഒപ്പം ഈശ്വര സ്മരണയും. മഴയാണെങ്കിൽ ആ ശ്രുതിയിൽ ലയിച്ച് നാമം പാടി ജോലി ചെയ്യും. വെയിലാണെങ്കിൽ കടലിൻ്റെ ഇരമ്പത്തിൻ്റെ ശ്രുതി പിടിച്ച് കീർത്തനം പാടി പണിയെടുക്കും. എല്ലാ പണിയും തീർന്ന് അടുക്കളയടക്കുമ്പോൾ രാത്രി 11 മണി കഴിഞ്ഞിരിക്കും. ഇരുട്ടത്തിരുന്ന് ഈശ്വരനെ വിളിച്ച് കരഞ്ഞ് ബോധം വിടും. ഉറക്കമില്ല. ഉറങ്ങിയാൽ ഭഗവാൻ വന്നിട്ട് പോയാലോ? വിരഹദുഃഖം സഹിക്കാതെ മയങ്ങിക്കിടക്കുമ്പോൾ ദമയന്തി അമ്മയുടെ വിളി കേൾക്കാം. മണി 3. ഉടൻ എഴുന്നേൽക്കും. അടുത്ത ദിവസം ആരംഭിക്കുകയായി. അത്ഭുതകരമായ സഹനവും ക്ഷമയും പരിശ്രമശേഷിയുമാണ് അക്കാലത്ത് സുധാമണി പ്രദർശിപ്പിച്ചിരുന്നത്. എത്ര പണിയെടുത്താലും മുറുമുറുപ്പില്ല, പ്രതിഷേധമില്ല. അത് വീട്ടിലെ മറ്റംഗങ്ങൾക്കും സൗകര്യമായി. എല്ലാ ജോലിയും സുധാമണിക്കായി. ഓരോരോ ആളുകൾ സ്വാർത്ഥത കൊണ്ട് ലോകത്തെ ദുഃഖപൂരിതമാക്കുമ്പോൾ താൻ ഒരാളെങ്കിലും മറ്റുള്ളവരുടെ ദുഃഖം കുറയ്ക്കുന്നതിന് വേണ്ടി ക്ലേശിക്കാമെന്നാണ് സുധാമണി ചിന്തിച്ചത്. താൻ രാപ്പകലില്ലാതെ പണിയെടുക്കുന്നത് കൊണ്ട് അമ്മയും സഹോദരങ്ങളും പശുക്കളുമെല്ലാം ആനന്ദിച്ച് ആശ്വസിക്കുന്നുണ്ടല്ലോ എന്നാണ് സുധാമണി കണ്ടത്. തന്നെയല്ല, അയൽപ്പക്കത്തുള്ള അഗതികൾക്കും തന്നെ കൊണ്ട് ഗുണം കിട്ടുന്നതിൽ സുധാമണി സന്തോഷിച്ചു. മറ്റുള്ളവർക്ക് വേണ്ടി കടുത്ത ത്യാഗം സഹിക്കാൻ കുഞ്ഞ് ഒട്ടും മടിച്ചില്ലെന്ന് തന്നെയല്ല, അത് തന്റെ ധർമ്മമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. തുന്നലിന് പോകുമ്പോൾ മിക്കവാറും ഇളയ സഹോദരൻ സതീശിനെ തുണയായി വിടുമായിരുന്നു. വള്ളിക്കാവിന്റെ അടുത്ത് തോട്ടത്തിമുക്കിൽ ഒരിടത്തും കോണത്ത് വീടിന് അടുത്ത് ഒരിടത്തും തുന്നൽ പഠിക്കാൻ പോയെങ്കിലും പ്രധാനമായി പഠിച്ചത് ക്ലാപ്പന പള്ളിയിലായിരുന്നു. അവിടെ പള്ളിയോട് ചേർന്ന ഒരു കെട്ടിടത്തിൽ തുന്നൽ ക്ലാസ് ഉണ്ടായിരുന്നു. സുധാമണി വളരെ വേഗം തുന്നൽ വശമാക്കി. 1 മാസത്തെ പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള ചില സ്ത്രീകൾക്ക് മറ്റും തുന്നിക്കൊടുക്കാൻ തുടങ്ങി. അവർ പണം കൊടുത്താൽ ആദ്യമൊന്നും വാങ്ങിയിരുന്നില്ല. എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്തവരിൽ നിന്ന് ചിലപ്പോഴൊക്കെ പണം വാങ്ങിയിരുന്നു. അതിന് കാരണമുണ്ട്. തുന്നൽ പഠിക്കാൻ വിടുന്നത് വീട്ടുകാർക്കൊന്നും ഇഷ്ടമല്ല. ഫീസ് ചോദിച്ചാൽ കിട്ടാൻ എളുപ്പമല്ല. അപ്പോൾ പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ പഠിക്കാമല്ലോ എന്ന് കരുതി തുന്നൽ സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണവും അങ്ങനെ തുന്നലിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ തുന്നൽ കൂലിയായി കൂടുതൽ പണം കിട്ടിയെങ്കിലും സുധാമണി അതിൽ നിന്ന് ഒരു പൈസയും വീട്ടിൽ കൊടുക്കാതെ എല്ലാം പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിക്കുകയാണ് ചെയ്തത്. കീർത്തനം ചൊല്ലിയാണ് സുധാമണി തുന്നുന്നത്. തുന്നുമ്പോൾ മെഷീൻ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിന് നല്ല ശ്രുതിയുണ്ട്. അതിന്റെ താളത്തിനനുസരിച്ച് നാമം ചൊല്ലും. മെഷീനിൽ കണ്ണുനീര് വീഴും. പള്ളിയിലെ വൃദ്ധനായ പുരോഹിതൻ നോക്കുമ്പോൾ ഒരു കുട്ടിയെ മാത്രം ഈശ്വരനാമം ചൊല്ലി തുന്നുന്നത് കാണാം. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമാണ്. കൂടെ തയ്ക്കുന്നത് കുറെ ക്രിസ്ത്യാനി പെൺകുട്ടികളാണ്. അവരിരുന്ന് എന്തെങ്കിലും ലൗകിക കാര്യങ്ങൾ പറയുകയായിരിക്കും. അച്ഛൻ അവരെ വഴക്കു പറയും. സുധാമണിയെ പുകഴ്ത്തും. അതുകൊണ്ട് ആ പെൺകുട്ടികൾക്ക് സുധാമണിയോട് അസൂയയായി. എങ്കിലും ബാക്കിയുള്ളവർക്ക് അറിയാൻ വയ്യാത്തത് സുധാമണി പറഞ്ഞു കൊടുക്കുമായിരുന്നു. തുണിയായി വരുന്ന സതീശൻ അവിടെ വെറുതെ കുത്തിയിരിക്കുന്നുണ്ടാകും. പള്ളിയിൽ പ്രാർത്ഥനാ സമയമാകുമ്പോൾ സുധാമണി ചോദിക്കും, മോൻ എന്താ പ്രാർത്ഥിക്കാൻ പോകാത്തത്? നമ്മൾ ഹിന്ദുക്കളല്ലേ, മോന് പ്രാർത്ഥിക്കാമോ എന്ന് അച്ഛനോട് ചോദിക്ക്. സതീശൻ അങ്ങനെ പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ തുടങ്ങി. തയ്ച്ചു കഴിഞ്ഞാൽ എമ്മിങ്, അതായത് കൈത്തയ്യൽ ചെയ്യണം. തുണിയുമെടുത്ത് സുധാമണി നേരെ പോകുന്നത് ശവപ്പറമ്പിലേക്കായിരിക്കും. സെമിത്തേരിയിലിരുന്നേ കൈത്തയ്യലുള്ളൂ. അവിടെ ഏകാന്തതയിലിരുന്ന് മരിച്ചവരുടെ ആത്മാക്കളോട് സംസാരിക്കും. എത്ര പേരെ അവിടെ അടക്കം ചെയ്തിരിക്കുന്നു? അവരോട് ഓരോന്ന് ചോദിക്കും. നല്ല ധൈര്യമാണ്, തീരെ പേടിയില്ല. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ ആത്മാക്കളോട് ചോദിക്കും. കസ്തൂരിയുടെ ഒരു കൂട്ടുകാരി മരിച്ചു പോയിരുന്നു. അതിന് സുധാമണിയോട് നല്ല സ്നേഹമായിരുന്നു. ഈ പള്ളിയിലാണ് ആ കൊച്ചിനെയും അടക്കിയത്. സെമിത്തേരിയിൽ അതുമുണ്ടല്ലോ. അവിടെ പോയിരിക്കാൻ അതും ഒരു കാരണമായി. ചിലപ്പോൾ സമാധിമഗ്നയായി പരിസരം മറന്നിരുന്നു പോകും. ഈശ്വരപരായണരായ സത്തുക്കളുടെ സംഘം ഗതി കിട്ടാത്ത ആത്മാക്കൾക്ക് മുക്തിപ്രദായകമായതുകൊണ്ടുകൂടിയായിരിക്കാം സുധാമണി ശ്മശാനത്തിൽ പോയിരുന്നത്. അവർക്കും ആശ്വാസം കിട്ടട്ടെ എന്ന് ചിന്തിച്ചിരിക്കണം. ഒരു ദിവസം പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയ സതീശൻ മടങ്ങി വരുമ്പോൾ ചേച്ചിയെ കണ്ടില്ല. നോക്കി നടക്കുമ്പോഴുണ്ട് സെമിത്തേരിയിലിരുന്ന് കരയുന്നു.
കാരണം ചോദിച്ചപ്പോൾ ചുമ്മാതെ എന്ന് മറുപടി കിട്ടി. ശ്മശാനവാസിനിയാകാൻ താല്പര്യം കാണിച്ച സഹോദരിയെപ്പറ്റി അപ്പോൾ സതീശൻ എന്ത് കരുതിയെന്ന് നിശ്ചയമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞും അറിയാതെയും പാപങ്ങൾ ചെയ്തിട്ട് മരണാനന്തരം നരകിക്കുന്ന ആത്മാക്കളുടെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് കരുണ മൂലം സുധാമണി കരഞ്ഞു പോയതാകാമെന്ന് ആ സഹോദരൻ എങ്ങനെ ഊഹിക്കും? മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെടാൻ സഹോദരിക്ക് കഴിയുമെന്ന് ആ കുട്ടി എങ്ങനെ ചിന്തിക്കും? ശ്മശാനത്തിലെ കൈത്തയ്യൽ കഴിഞ്ഞാൽ പള്ളിക്കകത്ത് ചെല്ലും. അവിടെ ഈശോയുടെ പടമുണ്ട്. കൃഷ്ണനാണെന്ന് തോന്നും. അവരുടെയൊക്കെ ത്യാഗമോർക്കും. അപ്പോൾ താൻ സഹിക്കുന്നതിൽ എന്താണ് പുതുമ എന്ന് ചിന്തിക്കും. അടഞ്ഞുകിടക്കുന്ന പള്ളിയിൽ കയറിയാൽ വലിയ ഗുഹ പോലെ തോന്നും. അവിടെ തനിച്ചിരുന്ന് ധ്യാനിക്കും. തുന്നലിന് പോകുമ്പോൾ വഴിവക്കിൽ നിന്നുകൊണ്ട് ചെറുപ്പക്കാർ പലതും പറയാൻ സാധ്യതയുണ്ട്. അവർക്ക് വേറൊരു വീക്ഷണമാണ്. അതുകൊണ്ട് സുധാമണി വഴിവിട്ട് കണ്ടത്തിൽ കൂടി കുറുക്കു വഴിയേ പോകും. അപ്പോൾ വിശാലതയും ഏകാന്തതയുമുണ്ട്. ഈശ്വരനെ ഭജിച്ചുകൊണ്ട് നടക്കും. അങ്ങനെ 3-4 വർഷം തുന്നൽ പഠിച്ചു. 70 മേൽ പ്രായമുള്ള വൃദ്ധനായ പുരോഹിതന് സുധാമണിയുടെ ഈശ്വരഭക്തി കണ്ട് വലിയ താല്പര്യമായിരുന്നു. സുധാമണി തുന്നൽ നിർത്തി. കുറച്ചു കഴിഞ്ഞ് ആ അച്ഛന് പള്ളിയിൽ നിന്ന് സ്ഥലമാറ്റമായി. അപ്പോൾ സുധാമണിയെ കാണണമെന്ന് കുട്ടികളോട് പറഞ്ഞയച്ചു. സുധാമണി പോയി. കുഞ്ഞിനെ നോക്കി നിന്ന് അച്ഛൻ കരഞ്ഞു. കുഞ്ഞ് നിർവികാരയായി നിന്നേയുള്ളൂ. എനിക്ക് ജോലി ചെയ്തു മതിയായി. ഇനി സാധന ചെയ്ത് സന്യാസിയായി ജീവിക്കാൻ പോകുന്നു മോളെ എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ പോയതിനു ശേഷം കുറച്ചു കാലം പള്ളിയിലേക്ക് കത്തയക്കുമ്പോൾ കുഞ്ഞിനെപ്പറ്റി അന്വേഷിക്കുമായിരുന്നു. കുഞ്ഞ് ഭാവിയിൽ വലിയ ആളാകുമെന്ന് അച്ഛൻ സതീശനോട് ഒരിക്കൽ പറയുകയുണ്ടായി. ആ പുണ്യവാൻ അമ്മയുടെ മഹാത്മ്യം കുറച്ചെന്തോ മനസ്സിലാക്കിയിരുന്നു എന്ന് കരുതേണ്ടിയിരിക്കുന്നു. തുന്നല് പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു തുന്നൽ മെഷീൻ വാങ്ങിക്കൊടുക്കണമെന്ന് സുധാമണി വീട്ടിൽ പറഞ്ഞു. പറ്റില്ലെന്ന് വീട്ടുകാർ തീർത്തു പറഞ്ഞു. സുധാമണിയോടുള്ള അപ്രിയം മാത്രമായിരുന്നു കാരണം. എങ്കിൽ ഈശ്വരൻ തരുന്നെങ്കിൽ മെഷീൻ മതിയെന്ന് സുധാമണി മനസ്സിൽ കരുതി. അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നീട് അമ്മയുടെ ഒരു ഭക്തനായ പീറ്റർ വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു തുന്നൽ മെഷീൻ കൊണ്ടുവന്നു കൊടുത്തു. ഈശ്വരനെ ആശ്രയിച്ചവരെ നിസ്സാര കാര്യങ്ങളിൽ പോലും ഈശ്വരൻ സഹായിക്കുമെന്നതിന് ഇതൊരു നല്ല ഉദാഹരണമാണ്. മറ്റു മക്കളൊക്കെ പഠിക്കുന്നവർ, വെളുത്ത് സൗന്ദര്യമുള്ളവർ. സുധാമണി കറുമ്പി, വീട്ടുപണിക്കാരി, പഠിപ്പില്ല. അതുകൊണ്ട് തുന്നൽ മെഷീൻ എന്നല്ല, ആവശ്യത്തിന് തുണി പോലും വാങ്ങിക്കൊടുത്തിരുന്നില്ല. ഇതെല്ലാം കണ്ടിട്ട് അയലത്തുകാർ പറയുമായിരുന്നു, സുധാമണിയെ കൊല്ലത്ത് നിന്ന് തവിട് കൊടുത്ത് വാങ്ങിയതാണ്. വീട്ടുകാർ ഉത്സവത്തിനും മറ്റും പോകും. സുധാമണിയെ മാത്രം കൊണ്ടുപോകുകയില്ല. നല്ല വസ്ത്രങ്ങളും വാങ്ങിക്കൊടുത്തിരുന്നില്ല. ഒരിക്കൽ സഹോദരിമാരുടെ ആരുടെയോ ഒരു മഞ്ഞ ക്രേപ്പ് പാവാട കുഞ്ഞെടുത്തുകൊടുത്തു. എല്ലാവരും ശകാരിച്ചു. അതോടെ നല്ല വേഷത്തിനോടുള്ള ആശ ഉപേക്ഷിച്ചു. ആശയാണല്ലോ ദുഃഖത്തിന് കാരണം. പുതിയത് കാശ് കൊടുത്താൽ കിട്ടും. പഴയത് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. അതിന് പണം മുടക്കില്ല. കുഞ്ഞ് പന്ന തുണിയൊക്കെ വെട്ടി പാവാട തുന്നും. തുന്നൽ പഠിക്കാൻ ഉപയോഗിക്കുന്ന പഴയ തുണി വെട്ടി ബ്ലൗസ് തയ്ച്ചിടും. അയ കിട്ടുന്ന ചരടിൽ നിന്ന് നൂലെടുത്ത് പത്തല സൂചി കൊണ്ട് ഉടുപ്പ് തുന്നും. ആരെയും ബുദ്ധിമുട്ടിക്കാൻ പ്രകൃതി അനുവദിച്ചിരുന്നില്ല. ആരോടും അതൃപ്തിയും തോന്നിയില്ല. വീട്ടുകാർ ഇത്രയും ക്രൂരത കാണിച്ച നിലയ്ക്ക് ഇനി ഈശ്വരൻ തരാതെ നല്ല വേഷമൊന്നും അണിയുന്നില്ലെന്ന് സുധാമണി മനസ്സിൽ കരുതി. അധികകാലം കഴിയുന്നതിനു മുമ്പ് ഭക്തജനങ്ങൾ അമ്മയെ തേടിയെത്തുകയും അവർ മുഖാന്തരം തരാതരം പോലെ വസ്ത്രങ്ങൾ വന്ന് കുമിഞ്ഞുകൂടുകയും ചെയ്തു. പിൽക്കാലത്ത് ആശ്രമാധിപയായതിനു ശേഷം സാധാരണ സ്ത്രീകളെ പോലെ ഒരിക്കൽ അമ്മ മേനി പറയുന്നത് കേട്ടോ, ഞാൻ തുന്നലൊക്കെ പഠിച്ചിട്ടുണ്ട്. നോക്കൂ, ആ പാവാട ഞാൻ തുന്നിയതാണ്. കേട്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ചിരിച്ച് ആനന്ദിക്കും. അമ്മയും കൂടെ ചിരിക്കും. ആനന്ദോത്സവം തന്നെ. കൂട്ടത്തിൽ മായാവസ്ത്രത്തിന്റെ തുന്നൽക്കാരിയെയും മക്കൾ ഓർമ്മിച്ചു പോയി. സജ്ജനങ്ങളെ, മാതാ അമൃതാനന്ദമയിയുടെ ജീവിതത്തിലെ അതികഠിനമായ പരീക്ഷണങ്ങൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള അധ്യായമാണ് ഇത്. ഇത്രയും പ്രതികൂലമായ ഒരു പരിസ്ഥിതിയിൽ നിന്നും അമ്മ എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.